and gentlemen, we are thrilled to have a truly distinguished guest with us today. It's our honor to welcome Dr. Rashid Ghazali, a corporate consultant, international trainer and life coach. Dr. Ghazali's achievements are extraordinary. He has represented India in the prestigious IPLP program organized by the US Ministry of Culture and was named one of the India's top 10 life coaches in 2023. He has also been recognized as one of Kerala's top 10 change makers. In academia, Dr. Ghazali holds a prestigious role as a syndicate member of Bharatiyar University, the Managing Director and Secretary of Nilagiri College of Arts and Science, and Founder and Executive Director of the Science Institute of Social Leadership and CMD Kaizen for HR Consultants in UAE. Beyond his professional accolades, Dr. Ghazali is an accomplished author with insightful works on Tirukural in both Tamil and Malayalam. His contribution extends far beyond this point. He is the driving force behind PRP Happiness Forum, promoting happiness and well-being worldwide through his groundbreaking work. With such an inspiring background, we are privileged to have Dr. Ghazali here with us today. Please join us in giving a warm and enthusiastic welcome once together to Dr. Rashid Ghazali. ഏറ്റവും സ്നേഹധന്യരായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷം വഹിക്കുന്ന പ്രിയങ്കരനായ ഡോക്ടർ ഹബീബ് റഹ്മാൻ സാഹിബ്, ജമിയത്തുൽ സലഫിയ്യൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആദരണീയനായ പ്രസിഡന്റ്, ഈ യോഗത്തിൻ്റെ ഔപചാരികമായ തുടക്കം നിർവഹിച്ച പ്രിയങ്കരനായ സലഫി അറബി കോളേജിൻ്റെ പ്രിൻസിപ്പൽ പ്രൊഫസർ കെ ഈസ അദിജു സർവറിലെ, ഈ വേദിയിൽ സന്നിഹിതരായ ഇവിടെ ഞങ്ങളുമായി സംബന്ധിച്ച വിശിഷ്ടാതിഥി പട്ടാമ്പി തഹസിൽദാർ കൂടിയായ പ്രിയങ്കരനായ പി ഷെയ്ഖ് മുഹമ്മദ് സാഹിബ്, എനിക്ക് മുമ്പ് ആശംസാ ഭാഷണം നടത്തിയ ജമിയത്തുൽ സലഫിയൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി ഹാംസ മാസ്റ്റർ, സെക്രട്ടറി ഹിദായത്തുള്ള സലഫി സാഹിബ്, അതുപോലെ BEd കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ പി മുഹമ്മദ് മുസ്തഫ സാഹിബ്, എന്നെ ഈ സ്ഥാപനവുമായി പരിചയപ്പെടുത്തുകയും ഇതിൻ്റെ ഉത്തരവാദപ്പെട്ടവരുമായി കണക്ട് ചെയ്യുകയും ഒക്കെ ചെയ്ത് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ഷിഹാബ് സാഹിബ്, മറ്റാദരണീയരായ അധ്യാപകരെ, ഈ സ്ഥാപനത്തിൻ്റെ സമുന്നതരായ സാരഥികളെ, സലഫിയ അറബി കോളേജിൻ്റെയും സലഫിയ BEd കോളേജിൻ്റെയും ഏറ്റവും പ്രിയങ്കരരായ വിദ്യാർത്ഥിനികളെ, വളരെയേറെ സന്തോഷമുണ്ട്, അതിലേറെ കൗതുകമുണ്ട്. ഇതുപോലെ ഒരു സ്ഥാപനത്തിൽ വരാനും നിങ്ങളോടൊപ്പം കുറച്ചു സമയം ചെലവഴിക്കാനും, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതം പ്രഥമമായി ആരംഭിക്കുന്ന PG ബിരുദാനന്തര ബിരുദ കോഴ്സിന്റെ സമാരംഭം കുറിക്കുന്ന വേദിയിൽ പങ്കുചേരാനുമൊക്കെ സാധിക്കുന്നത് സ്ഥാപനത്തിന്റെ സാരഥികളായ ഈസ സാഹിബും ഇതിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരുമെല്ലാം കുറച്ചാഴ്ചകൾക്ക് മുമ്പ് നീലഗിരി കോളേജിൽ വരികയും സ്ഥാപനത്തിൽ ഒരു സന്ദർശനത്തിന്റെ ഭാഗമായി കൂടിയിരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് അവര് സൂചിപ്പിച്ചതാണ് ഒരു ദിവസം ഇവിടെ വരാനും നിങ്ങളോടൊപ്പം ചേരാനും ഒക്കെ. ഇതിനു മുമ്പൊരു ദിവസം പറഞ്ഞു, പക്ഷേ അസൗകര്യങ്ങൾ കൊണ്ട് അന്ന് സാധിച്ചില്ല. അപ്പോഴാണ് ഇന്നത്തെ ദിവസം മലപ്പുറത്തൊരു പ്രോഗ്രാമിന് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതിനോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം ക്രമീകരിക്കാൻ പറ്റുമോ എന്ന് അന്ന് സംവദിക്കുന്നതും അങ്ങനെ ഈ ദിവസം ഈ സമയം നിങ്ങളോടൊപ്പം ചേരാൻ വേണ്ടി അവസരമൊരുങ്ങുന്നതും വലിയ സന്തോഷമുണ്ട്. കാരണം പ്രാദേശികമായി ഒരു ഗ്രാമപ്രദേശത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ
സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിലെല്ലാം വലിയ പരിവർത്തനങ്ങളും മുന്നേറ്റങ്ങളും ഉണ്ടാക്കിയ ഒരു ബൃഹത്തായ കൂട്ടായ്മ എന്ന നിലയിൽ സലഫിയ സ്ഥാപനങ്ങൾ ഈ പ്രദേശത്ത് ശ്രദ്ധേയമായ ഒരു വിദ്യാഭ്യാസ സംരംഭമാണ്. അതിന് വളരെ ത്യാഗപൂർണമായി സതുദ്ദേശപരമായി ഈ സമൂഹത്തിന്റെ നാനോന്മുഖമായ പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്തരമൊരു പ്രൗഢമായ ഒരു സംവിധാനത്തെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി അനവധി മനുഷ്യരുടെ ത്യാഗപൂർണമായ പരിശ്രമം ഇതിന്റെ പിറകിലുണ്ട്. അതാണ് ഇവിടെ സ്വാഗത ഭാഷണത്തിലെല്ലാം ഈസ സാഹിബ് ഒക്കെ സൂചിപ്പിച്ചത്. എനിക്ക് നൽകിയ പുസ്തകത്തിന്റെ ട്രാൻസ്ലേറ്റർ എനിക്ക് തോന്നുന്നു ഈ സ്ഥാപനത്തിന്റെ സെക്രട്ടറി ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തെ അതുപോലെയുള്ള വളരെ പ്രമുഖരായ പണ്ഡിതർ, നല്ല വൈജ്ഞാനിക വൈപുല്യമുള്ള വലിയ ദീർഘദർശിത്വമുള്ള ജ്ഞാനികൾ, ഈ സമൂഹത്തിന് വേണ്ടി ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള വലിയ മനുഷ്യർ, അവരൊക്കെ ഒരു സ്വപ്നം പോലെ കെട്ടിപ്പടുത്ത ഒരു സ്ഥാപനമാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഭിന്നങ്ങളായ ബിരുദാനന്തര പ്രോഗ്രാമുകളിലായി ഈ സ്ഥാപനത്തോട് ചേർന്ന് അതിന്റെ വിദ്യാഭ്യാസ യാത്ര നടത്താൻ നിങ്ങളൊക്കെ തെരഞ്ഞെടുക്കുകയും ഈ മഹത്തായ സലഫിയ സ്ഥാപനത്തിന്റെ ഭാഗമാക്കുകയും ഒക്കെ ചെയ്യുന്നത്. വളരെ മത്സരാധിഷ്ഠിതമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കാലത്തും ഈ ലോകത്തും നമുക്ക് ഇത്തരം സ്ഥാപനങ്ങൾ ഒരുക്കുന്ന സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഒക്കെ പ്രയോജനപ്പെടുത്തി വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ അത്യന്തം അനിവാര്യമായ ഒരു ലോകമാണ്. ഞാനൊരു സുദീർഘമായ ഭാഷണത്തിനൊന്നും വന്നിരുന്നില്ല. നിങ്ങളുടെയും എന്റെയും സമയം അതിന്റെ പരിമിതി തിരിച്ചറിഞ്ഞുകൊണ്ട് കുറച്ചു സമയം ഈ സദസ്സിന്റെ ഗൗരവവും ഇവിടെ ഞാൻ മനസ്സിലാക്കിയ ഈ കൂട്ടായ്മയുടെ പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് ഏതാനും ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപക്ഷെ അതിനുശേഷം നിങ്ങളുടേതായ ചോദ്യോത്തരങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടേതായ പങ്കുവെക്കലുകളോ ഒക്കെ ആയി നമുക്കത് പ്രയോജനപ്പെടുത്താം എന്ന് തോന്നുകയാണ്. ഒരു കാര്യം വളരെ തീർച്ചയാണ്, ഇവിടെ എല്ലാവരും സംഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ മനുഷ്യ സമൂഹത്തിന്റെ പുരോഗതിയെ അടയാളപ്പെടുത്തുന്നതിൽ നിർണായക സ്വാധീനമുള്ള ഒരേ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ അപ്ലിഫ്റ്റ്മെന്റ് ആണ്, വിദ്യാഭ്യാസപരമായ പുരോഗതി ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത് നമുക്ക് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ആലോചിക്കുന്നിടത്താണ് ഒരുപക്ഷെ നമ്മൾ ആ ചിന്ത ആരംഭിക്കേണ്ടത്. എന്താണ് വിദ്യാഭ്യാസപരമായി നമ്മുടെ പുരോഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനും നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി ചെയ്യലാണ്, ഡിഗ്രി കഴിഞ്ഞ് PG പൂർത്തിയാക്കലാണ്, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് BEd എടുത്ത് അതിന്റെ തന്റെ വിദ്യാഭ്യാസപരമായ ഒരു എഡ്യൂക്കേഷണൽ ജേർണിയിൽ ഒരു പരിസമാപ്തി കണ്ടെത്തലാണ്. അല്ല, അതിനും അപ്പുറത്ത് നെറ്റും PhD ഒക്കെ ചെയ്ത് കൂടുതൽ ഗ്രാഹ്യമുള്ള മേഖലകളിലേക്ക് വളരാനാണ്. അങ്ങനെ ക്വാളിഫിക്കേഷൻസ് എൻഹാൻസ് ചെയ്യുക, അത് നേടിയെടുക്കുക, വളരുക എന്നതാണ് വിദ്യാഭ്യാസ പുരോഗതി എന്ന് പറയുന്നത്. അല്ല, അതിലെന്തെങ്കിലും ധർമ്മങ്ങൾ നിർവഹിക്കാനുണ്ട്. സ്വാഭാവികമായി നമ്മൾ ആലോചിക്കേണ്ടി വരുന്ന ഒന്നാണ്. അത് ഒരു ജോലിയിലേക്ക് ഗവൺമെന്റ് മേഖലകളിലുള്ള സാധ്യതകളിലേക്കൊക്കെ പോകുമ്പോൾ അത് എത്രമാത്രം ശ്രമകരമാണ് എന്നാണ് ഇവിടെ ശ്രീ മുഹമ്മദ് സാഹിബ് ഒക്കെ സൂചിപ്പിച്ചത്. അങ്ങനെ നിങ്ങളുടെ കരിയറിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്കെല്ലാം വിദ്യാഭ്യാസപരമായ ഔന്നത്യം ഉണ്ടാക്കി, പുരോഗതി ഉണ്ടാക്കി ജീവിതത്തെ അടയാളപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് കേവലം ക്വാളിഫിക്കേഷൻസിന്റെ എൻഹാൻസ്മെന്റ് ആണോ എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പലപ്പോഴും നമ്മൾ എത്തുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അതാണ് ഉത്തരം. പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ആലോചിക്കുന്നത് അങ്ങനെയാണ്. നമുക്ക് വിദ്യാഭ്യാസപരമായി വളരണം എന്നുണ്ടെങ്കിൽ ആ വളർച്ചയുടെ മാനദണ്ഡം എനിക്ക് കൂടുതൽ യോഗ്യതകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ടത് ആ യോഗ്യത ഉണ്ടാക്കുക എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ തികച്ചും അങ്ങനെ യോഗ്യത നേടിയ മനുഷ്യർക്ക് എല്ലാവർക്കും അർഹിക്കുന്ന കരിയറും ജീവിത വിജയവും ഉണ്ടാകുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ നിരാശപ്പെടുത്തുന്ന മറുപടിയാണ് നമുക്ക് ലഭിക്കുക. മഹാഭൂരിഭാഗം ആളുകൾക്ക് ലഭിക്കുന്നില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ എടുത്തു നോക്കിയാൽ ലക്ഷക്കണക്കിന് ബിരുദാനന്തര ബിരുദധാരികൾക്ക് പണിയില്ല. എത്രയോ വലിയ പ്രൊഫഷണൽ ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയ പലർക്കും അർഹിക്കുന്ന കരിയറിൽ എത്തിപ്പെടാൻ കഴിയുന്നില്ല. അഭ്യസ്തവിദ്യരായ ആളുകൾക്കിടയിൽ തൊഴിലില്ലാത്തവരുടെ എണ്ണം വർദ്ധിക്കുന്ന രാജ്യത്തിൽ ഒന്ന് ഇന്ത്യയാണ്. എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് എന്നാണ് ഇതിന് പറയുന്നത്. വിവരമുള്ളവർക്കിടയിൽ തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥക്കാണ് എഡ്യൂക്കേഷണൽ അൺഎംപ്ലോയ്മെന്റ്. വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ തൊഴിലില്ല. ഈ സാഹചര്യം നമുക്ക് മുന്നിൽ ഇങ്ങനെ വലിയൊരു ഭീതിതമായ ചുറ്റുപാടായി പടർന്നു പിടിക്കുമ്പോൾ എങ്ങനെയാണ് ഇതിനെ മറികടക്കാൻ കഴിയുക എന്നതും വലിയ ചോദ്യമാണ്.
അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യങ്ങളുടെ മുന്നിൽ നിന്ന് വേണം എഡ്യൂക്കേഷണൽ എംപവർമെന്റ്, വിദ്യാഭ്യാസപരമായ ഔന്നിത്യം എന്നതിനെ നമ്മൾ അടയാളപ്പെടുത്താം. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് കോഴ്സും ആവട്ടെ, ആ കോഴ്സ് കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഞാൻ രക്ഷപ്പെടുമെന്ന് ഉറപ്പുള്ള ആൾക്കാർക്ക് കൈവക്കും. ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സ് പൂർത്തിയായാൽ എന്റെ ലൈഫിൽ ഞാൻ രക്ഷപ്പെടും. ഇനി പോകണ്ട, ഹാർഡ്ലി ഒരു 6 to 8 മെമ്പേഴ്സ്, നമ്മൾ ഈ കൂടിയിരിക്കുന്ന 100-100ഓളം വരുന്ന പ്രതിനിധികൾക്കിടയിൽ നിന്ന് ഒരു 8 പേർക്കാണ് തോന്നുന്നത് ഈ കോഴ്സ് കഴിഞ്ഞാൽ ഈ കോഴ്സല്ല, ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠന മേഖല പൂർത്തിയാക്കിയാൽ ജീവിതത്തിൽ രക്ഷപ്പെടും. നിങ്ങൾ മാത്രം പ്രശ്നമല്ല. ഞാൻ കുറഞ്ഞ ഒരു 1-2 മാസം മുമ്പ് കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളെ എല്ലാ വർഷവും എന്ന പോലെ കാണുന്നതിന് വേണ്ടി എന്നെ വിളിച്ചു. അത് കഴിഞ്ഞ കുറെ വർഷക്കാലമായി അവരുടെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളുടെ ഓറിയന്റേഷനും ഇൻഡക്ഷനും സമയത്ത് പോകാറുണ്ട്. ഏറ്റവും മാർക്കുള്ള കുട്ടികളാണ് ആ സ്ഥാപനത്തിൽ പഠിക്കുന്നത്. 90, 92, 99, പലരും 100%. പല വിഷയങ്ങളുടെയും കട്ട് ഓഫ് പോലും 98, 97 ഒക്കെയാണ്. എന്ന് പറഞ്ഞാൽ എക്സെപ്ഷനലി ടാലന്റഡ് ആയ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് എന്ന് വിളിക്കപ്പെടാൻ പറ്റുന്ന നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രതിഭാധനരായ കുട്ടികളാണ് അവിടെ അഡ്മിഷൻ കിട്ടി വരുന്നത്. 900ഓളം കുട്ടികൾ പങ്കെടുത്ത വലിയ ഹാളിൽ വെച്ച് ഞാൻ ഇതേ ചോദ്യം ആവർത്തിച്ചു. നിങ്ങൾ നാട്ടിൽ ഏറ്റവും മാർക്കുള്ള മിടുക്കന്മാരാണ്, നിങ്ങൾക്ക് കിട്ടിയത് ഏറ്റവും ശോഭിക്കുന്ന മാർക്കാണ്, ആ മാർക്ക് വെച്ചിട്ട് ആയിരക്കണക്കിന് മക്കൾക്ക് കിട്ടാത്ത അവസരമാണ് നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടുന്നതിലൂടെ നേടിയിട്ടുള്ളത്. സോ സ്റ്റിൽ how many of you are feeling that you will be truly successful upon completing your graduation or post graduation? നിങ്ങളുടെ കോഴ്സ് പൂർത്തിയാകുമ്പോൾ 100% വിജയിക്കും, രക്ഷപ്പെടും, കരിയർ ജീവിതത്തിൽ രക്ഷപ്പെടുമെന്ന് ഉറപ്പുള്ളവരുടെ കൈവക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പൊക്കിയ അത്ര കൈപോലും അവിടെ ഉണ്ടായിരുന്നില്ല. 6-7 ആളുകൾ ഇപ്പൊ പൊക്കിയത് സമാധാനമാണ്, അത്ര പോലും ഉണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ എന്റെയോ പ്രശ്നമൊന്നുമില്ല. ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ സ്ഥാപനങ്ങളിലും പോയാൽ 80% ഇടങ്ങളിലും കാണുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. എഡ്യൂക്കേഷൻ ഉണ്ട്, ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, നല്ല മാർക്കുണ്ട്, റാങ്ക് ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഇതുകൊണ്ടൊന്നും സാധ്യമല്ല എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ മുന്നിൽ തീർക്കുന്ന ഒരു വലിയ അരക്ഷിതാവസ്ഥയുണ്ട്, ഒരു വലിയ അൺസർട്ടിനിറ്റി ഉണ്ട്. നിങ്ങൾ ഇപ്പൊ ഇത്രയും വലിയ സദസ്സിൽ വെച്ച് ഒരു സ്ഥാപനത്തിന്റെ ഔദ്യോഗികമായ ഒരു പ്രോഗ്രാമിൽ വെച്ച് ഇതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ പോണില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ അനുഭവിക്കുന്ന ആത്മസംഘർഷം എത്ര വലുതായിരിക്കും നിങ്ങൾ ആലോചിച്ചു? നമ്മൾ അനുഭവിക്കുന്ന ആത്മസംഘർഷം എത്ര വലുതായിരിക്കും? എന്താ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഇത് കഴിഞ്ഞാൽ എന്താവും, ഇത് കഴിഞ്ഞാൽ എന്താവും? ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന കൺസേൺ എത്ര വലുതായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാനൊരു 4-5 വർഷം മുമ്പ് മലപ്പുറത്ത് ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു മോട്ടിവേഷൻ ട്രെയിനിങ് നടക്കുന്നതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് നടത്തിയ ഒരു ആദരിക്കൽ ചടങ്ങാണ്. അപ്പൊ ആ ചടങ്ങിനോടൊപ്പം സംസാരിക്കുന്നതിന് വേണ്ടി ചെന്നപ്പോ അപ്പൊ അവിടെ സംസാരിക്കാൻ വേണ്ടി പോയ സമയത്ത് അവരോട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ വെറുതെ കൗതുകം കൊണ്ട് ആ കൂടിയിരിക്കുന്ന ഡയസിന് മുന്നിൽ 10-60ഓളം വരുന്ന കുട്ടികളും അവരുടെ രക്ഷിതാക്കളും അതുപോലെ അവിടുത്തെ പൗരപ്രമുഖരായ ആളുകളും പങ്കെടുക്കുന്ന ഒരു സദസ്സാണ്. അപ്പൊ ഞാൻ വെറുതെ അവർക്ക് ഏറ്റവും കൂടുതൽ A+ ഒക്കെ വാങ്ങാൻ സാധ്യതയുള്ള 10ാം ക്ലാസ്സിലൊക്കെ നല്ല മാർക്കുള്ള മിടുമിടുക്കന്മാരും മിടുക്കികളെയുമാണ് ആ ആദരിക്കൽ ചടങ്ങിൽ പങ്കെടുപ്പിച്ചിട്ടുള്ളത്. I began my session with a very simple question. വളരെ സിമ്പിൾ ആയി ചോദിച്ചു. ആ ചോദ്യം ഇതായിരുന്നു: after your graduation, what's your dream, what's your goal? Everybody will be asking the same question. And to begin with, I was also asking the same. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഓരോരുത്തർ ഓരോ ആഗ്രഹം പറഞ്ഞു. I want to become a doctor, I want to become an engineer, I want to become a civil servant. There were many answers. ആ കൂട്ടത്തിൽ മുന്നിൽ ഇരിക്കുന്ന നല്ലൊരു ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ മൈക്ക് വാങ്ങി ചാടി എണീച്ചിട്ട് പറഞ്ഞു, സാർ വേറൊന്നുമില്ല, തൽക്കാലം എനിക്ക് ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതി, വേറെ ആഗ്രഹമൊന്നുമില്ല, ഇത് തീർന്നു കിട്ടിയാൽ മതി. അപ്പൊ ഞാൻ ആലോചിച്ചു, ബുദ്ധിഭീകരനാണ്. കാരണം പിറകിലിരിക്കുന്ന ആരെങ്കിലാണ് സംസാരിച്ചെങ്കിലും മുന്നിലെ ഡെസ്കിൽ ഇരുന്ന് ഇത്രയും കരുത്തോടെ ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന് പറയണമെങ്കിൽ ഞാൻ എന്റെ ക്ലാസ്സിൽ കൊണ്ടുപോയ മാഷ കാലിൽ ഇങ്ങനെ ചവിട്ടിട്ട് ചോദിച്ചു, മുന്നിലിരിക്കണവന്റെ അവസ്ഥ ഇതാണെങ്കിൽ പിറകിലിരിക്കണവന്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ മാഷ് പറഞ്ഞു, നോ സാർ, അവൻ എന്താ അങ്ങനെ പറഞ്ഞാൽ അറിയില്ല, പക്ഷെ അവൻ നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, നല്ല മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടിയാണ്, ഞങ്ങൾ A+ തന്നെ പ്രതീക്ഷിക്കുന്ന കുട്ടിയാണ്. അപ്പൊ ഞാൻ മൈക്ക് അവന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, നീ അങ്ങനെ പറയാൻ കാരണം എന്നെ വല്ലാതെ ഷോക്കിംഗ് ആണ്. കാരണം എനിക്കിതൊന്ന് കഴിഞ്ഞു. അപ്പൊ സാർ, ക്ലാസ് അല്ല ഉദ്ദേശിച്ചത്, +2 ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി, ക്ലാസ്സിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ എനിക്കൊന്നും പ്രശ്നം, അതുകൊണ്ട് പ്രശ്നമില്ല, വിശദീകരിച്ച് പറയാൻ. അപ്പൊ ഉടനെ പറഞ്ഞു, എനിക്ക് +2 ഒന്ന് കഴിഞ്ഞിട്ടിയാൽ മതി. ഞാൻ കഴിഞ്ഞിട്ട് എന്താ പ്ലാൻ? സാർ, പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല, നിനക്ക് മാർക്കില്ലേ, 10ാം ക്ലാസ്സിൽ ഫുൾ A+, +2 അതും സാർ ഫുൾ A+, പിന്നെന്താണ് പ്ലാൻ? എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ താല്പര്യമില്ലാത്തതിന്റെ കാരണം? ഞാൻ എന്നോട് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി പഠിക്കുന്ന കുട്ടിയാണല്ലോ, അപ്പൊ പിന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ എളുപ്പമാണല്ലോ. അപ്പൊ
ഉടനെ ഞാൻ പറഞ്ഞു, മോനെ നിനക്ക് പഠിച്ചിട്ട് നല്ലൊരു നിലയിലെത്തണ്ടേ, നല്ല കരിയർ ഉണ്ടാവണ്ടേ, നല്ല ലൈഫ് ഉണ്ടാവണ്ടേ, നല്ല ജീവിതം വരണ്ടേ, നാളെ കുടുംബത്തിന്റെ മുന്നിൽ, നാട്ടുകാരുടെ മുന്നിൽ, സ്വന്തം മക്കളുടെ മുന്നിലൊക്കെ ഒരു അഭിമാനത്തോടെ നെഞ്ചു വിരിച്ച് നിൽക്കേണ്ടതൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ഡയലോഗ് തള്ളുകയാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇപ്പം പറഞ്ഞു മതി സാറേ. എന്നിട്ട് എന്നോട് തിരിച്ചു ചോദിക്കാണ്, സാറ് പറഞ്ഞില്ല അങ്ങനെ പഠിച്ചിട്ട് വലിയ നല്ല നിലയിലെത്തുക, ഇങ്ങനെ അങ്ങനെ ഉയരത്തിലെത്തുക എന്നൊക്കെ പറഞ്ഞില്ലേ? എന്റെ കുടുംബത്തിൽ ഞാൻ കറക്റ്റ് പഠിച്ചു സാർ. എന്താണെന്ന് വെച്ചാൽ പഠിച്ചതെന്ന് വെച്ചാൽ പറയാണ്, ഞാൻ എന്റെ കുടുംബത്തിൽ പഠിച്ചവരുടെ എണ്ണം മുഴുവൻ എടുത്തു. അങ്ങനെ കൂട്ടത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു 7 ആളുകളൊക്കെ അങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. അവന്റെ കൂട്ടത്തിൽ ഡിഗ്രി കൂടുതൽ പഠിച്ചത്, ഡിഗ്രി കഴിഞ്ഞവരുണ്ട്, TTC കഴിഞ്ഞവരുണ്ട്, B.Ed കഴിഞ്ഞവരുണ്ട്, PG കഴിഞ്ഞവരുണ്ട്. ഈ 7 ആൾക്കാരെ ഞാനിങ്ങനെ അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് ഒരാൾക്കും 12,000, 10,000, 15,000 മേലെ ശമ്പളമുള്ള ഒരാളും ആ കൂട്ടത്തിൽ ഇല്ല. ഇപ്പം പറയാം. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുമ്പോ ഇങ്ങനെ അപ്പൊ എന്നോട് ചോദിക്കാണ്, എന്റെ ജ്യേഷ്ഠന് ആലുവ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് ഒരു ബേക്കറി ഉണ്ട്. ആ ബേക്കറിയിൽ ജോലി ചെയ്യുന്ന എന്റെ നാട്ടിലെ, ഞങ്ങളുടെ നാട്ടിലെ ചെറുപ്പക്കാരെ കൂടെ പോയി പണിയെടുക്കും. കുറെ ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്. അവരൊക്കെ 8ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഗുസ്തിയൊക്കെയാണ്. പക്ഷെ ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഡെയിലി 400, 500 കൂലിയുണ്ട്. സാറൊന്ന് കൂട്ടി വെക്ക്. സാറി പറഞ്ഞ രീതിയിൽ നല്ല നിലയിലെത്താൻ എത്ര കൊല്ലം കാത്തിക്കണം? ഞാൻ പറഞ്ഞു, +2 കഴിഞ്ഞാൽ 3 കൊല്ലം ഡിഗ്രി, 2 കൊല്ലം B.Ed വേണം, 2 കൊല്ലം PG, 7 കൊല്ലം മിനിമം വേണം. അപ്പൊ ഉടനെ പറഞ്ഞു, 7 കൊല്ലം കാത്തു നിന്നിട്ട് 10,000 വാങ്ങണോ, അല്ല ഇപ്പൊ പോയിട്ട് ബേക്കറിയിൽ നിന്നിട്ട് 12,000 വാങ്ങണം? ഞാനിത് പറഞ്ഞപ്പോ നിങ്ങൾ അടിച്ചതിനേക്കാളും കടുപ്പത്തിൽ പാരന്റ്സ് കൈയടിച്ചു. കാരണം ഞാൻ വയനാട്ടിൽ നിന്ന് വന്ന് 4 മണിക്കൂർ യാത്ര ചെയ്ത് വന്ന് നടത്തുന്ന മോട്ടിവേഷനേക്കാളും നല്ല മോട്ടിവേഷനാണ് ആര് നടത്തിയത്? ഇവൻ നടത്തിയത്. അപ്പൊ രക്ഷിതാക്കളൊക്കെ തലാട്ടിട്ട് പറഞ്ഞു, ശരിയല്ലേ പറഞ്ഞത്, കാര്യല്ലേ പറഞ്ഞത്, അതല്ലേ കാര്യം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇവനെ പിന്തുണയ്ക്കാണ്. അപ്പൊ ഞാൻ എന്നിട്ട് ഇവൻ അടുത്ത ഡയലോഗ്, സാർ എന്റെ ഏട്ടന്റെ ബേക്കറിയാണ്, ഞാൻ പോയാ ഏട്ടന്റെ അനിയൻ എന്നുള്ള നിലക്ക് ഞാൻ എന്റെ ഏട്ടൻ എന്നുള്ള നിലക്കൊക്കെ ബന്ധം വെച്ചിട്ട് എന്തായാലും 600 രൂപ ഒരു കളിയും ഇല്ല എന്ന് പറഞ്ഞാൽ 18,000 രൂപ +2 കഴിഞ്ഞാൽ പിറ്റേന്ന് മുതൽ എനിക്ക് ശമ്പളം കിട്ടും. ഈ 6 കൊല്ലം കാത്തു നിന്നിട്ട് ഇത് വാങ്ങണോ സാറേ, അല്ല ഇത് ഇപ്പൊ പോയിട്ട് 18,000 വാങ്ങണം? എന്താ മറുപടി പറയാ? ഒന്നും പറയാനൊന്നുമില്ല. അവനെങ്ങനെ ആശീർവദിച്ച് അനുഗ്രഹിച്ചിട്ട് തൽക്കാലം അവിടെ ഇരുത്തി. മേലിൽ ഇങ്ങനെ ഡയലോഗ് അടിക്കേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ എന്റെ ക്ലാസ് പോയിട്ട് പിന്നെ ഇവരെ ഡിഫെൻഡ് ചെയ്യലാണ്. പിന്നെ 2 മണിക്കൂർ നേരത്തെ എന്റെ ശ്രമം. ഇവൻ പറഞ്ഞതിന്റെ ആ ആവേശം എങ്ങനെ മാറ്റിയെടുക്കാന്നുള്ളതാണ് പിന്നീട് എന്റെ ശ്രമം മുഴുവൻ ഉണ്ടായിരുന്നത്. ഇത് ആ കുട്ടിയുടെ മാത്രം മറുപടി ഒന്നുമല്ല, മഹാഭൂരിഭാഗം വരുന്ന ആളുകൾ ഇന്ന് കാണുന്ന ചിത്രമാണ്. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. എന്റെ സ്ഥാപനത്തിൽ ഒരു ഡിഗ്രി കഴിഞ്ഞ്, B.Ed കഴിഞ്ഞ്, PG കഴിഞ്ഞ ഒരു നല്ലൊരു കാൻഡിഡേറ്റ് ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനിൽ ജോലി ചെയ്യാണ്. അപ്പൊ ഇവൻ ജോലി ചെയ്യുമ്പോൾ അഡ്മിൻ മേഖലയിലാണ്. അത്യാവശ്യം നല്ല ജോലിയാണ്, മാന്യമായ ശമ്പളമുണ്ട്. അപ്പൊ ഇങ്ങനെ ഗംഭീരമായി സെർവ് ചെയ്യുന്ന ഒരാളാണ്. ഒരു ദിവസം എന്റെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് മാനുവലായ കുറച്ച് സൂപ്പർവൈസറി തസ്തികയിൽ 1-2 ആളുകൾ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെച്ചപ്പോ വന്ന കൂട്ടത്തിൽ പെട്ടെന്ന് ഒരു കാൻഡിഡേറ്റ് വന്നു. കാൻഡിഡേറ്റിനെ കണ്ട് സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞു, സാർ എന്നെ അറിയുന്നു? അറിയാം, മുഖപരിചയം നല്ലോണുണ്ട് സാർ, ഞാനിവിടെ ജോലി ചെയ്യുന്ന ഇന്നാളെ അനിയനാണ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് കത്തി. അപ്പൊ ഞാൻ പറഞ്ഞു, അവന്റെ അനിയനാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ചപ്പോ എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഇതൊക്കെ പറയാൻ ചോദിച്ചു. ശരി, അവനെനിക്ക് ഇഷ്ടമായി. ഇപ്പൊ നിന്നെ എനിക്ക് വേണം, കാരണം ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സൂപ്പർവൈസർ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. അപ്പൊ നല്ല കഴിവുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഇവനോട് പറഞ്ഞു, ആകെ 10ാം ക്ലാസ്സോ +1 മറ്റോ പഠിച്ചിട്ടുണ്ടോ, പിന്നെ പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ നല്ല കഴിവുണ്ട്, സ്കിൽഡാണ്. അപ്പൊ ഇവനോട് ചോദിച്ചു, എനിക്ക് എത്ര ശമ്പളം സാർ? എനിക്ക് ശമ്പളം ഒന്നും ഞാൻ ചോദിക്കില്ല, എനിക്ക് ഇപ്പൊ കിട്ടുന്നത് 22,000 രൂപയാണ്. അതിനോടനുബന്ധിച്ചൊക്കെ കിട്ടിയാൽ ഞാൻ നിൽക്കാൻ റെഡിയാണ്. ഞാൻ പറഞ്ഞു, ആ പോസിറ്റീവ് അന്വേഷിച്ചപ്പോൾ അത് അത്യാവശ്യമാണ് കൊടുക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, അത് കുഴപ്പമില്ല, കൊടുക്കാം. ഇവരെക്കാൾ ഒരു 1,000-2,000 രൂപ കുറവാണ് ആയിരിക്കുള്ളത് ഇവന്റെ ഏട്ടനുണ്ട്. പിറ്റേന്നൊരു സുപ്രഭാതത്തിൽ എന്റെ കൂടെ ഒരാൾ പറയാണ്, സർ ഏട്ടനിക്ക് 20ഉം ഇവനിക്ക് 22ഉം, ഏട്ടന് PG, ഇവന് PG B.Ed, ഇവന് 10ാം ക്ലാസ്സും ഈ സ്കില്ലാണ്. അപ്പൊ അത് ഭയങ്കര അനീതിയല്ലേ എന്ന് വെച്ചു, തമാശക്ക് ചോദിച്ചതാണ്. അപ്പൊ ഞാൻ തിരിച്ചു പറഞ്ഞു, ഒരു അനീതിയില്ല, ആകെപ്പാടുള്ള കുഴപ്പം പഠിച്ചു, ഇവൻ പഠിച്ചിട്ടില്ല. പഠിച്ചതുകൊണ്ട് ശമ്പളം കുറച്ച് കുറഞ്ഞു, പഠിക്കാത്തതുകൊണ്ട് ശമ്പളം കുറച്ച് കൂടി. ഇത് മാർക്കറ്റിൽ നിങ്ങൾ കാണുന്നതാണോ? വ്യാപകം. ഇത് നമ്മൾ കൂടുതൽ കണ്ടുകൊണ്ട് ഡെയിലി 1000 വാങ്ങുന്ന പഠിക്കാത്തവരുണ്ട്, പഠിക്കുന്ന ആളുകൾ ഇത്രയൊന്നും വാങ്ങുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. സാർ ഈ ക്ലാസ് 2 കൊല്ലം മുമ്പ് എടുത്തിരുന്നെങ്കിൽ കോഴ്സിന് വരാതെ പഠിക്കും. ഇപ്പോഴായാലും പിന്നെ പറയേണ്ടി വരും, കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ ഈ ശ്രമം ഒഴിവാക്കുക. ഇനികൾ ആലോചിക്കുക, ഇതൊരു റിയാലിറ്റി. നിങ്ങളെ സമാധാനിപ്പിക്കുന്ന 3ാമത്തെ കൗണ്ട് ഞാൻ പറയാം. നിങ്ങളെ സമാധാനം
ഒരുപാട് കാലമായി മനസ്സിൽ കൊണ്ടെടുക്കുന്ന സംഗതി ആരോ ഒരാൾ പറഞ്ഞപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സംതൃപ്തി എന്നുള്ളതാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ആശ്വാസം. മൂന്നാമത്തെ പോയിന്റ്, ഇന്ത്യയിൽ ഞാൻ പറഞ്ഞു ലോകത്ത് ഏറ്റവും കൂടുതൽ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഉള്ള രാജ്യത്തിൽ മുൻപന്തിയിൽ ഏത് രാജ്യം അറിയാം? 1.5 ലക്ഷം എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണ് ഒരു വർഷം പടി കിട്ടാതെ ബിരുദം കഴിഞ്ഞിട്ട് ജോലി കിട്ടാതെ നടക്കുന്നവർ ഇന്ത്യയിലുള്ളത്. അതിനേക്കാൾ 4 ഇരട്ടിയാണ് MBA കഴിഞ്ഞവരുടെ എണ്ണം. അതിനേക്കാൾ 10 ഇരട്ടിയായിരിക്കും നമ്മളെ പോലത്തെ ആൾക്കാരുടെ എണ്ണം. ഇതൊക്കെ മാർക്കറ്റ്. ബാംഗ്ലൂരിലൊക്കെ തമാശയൊക്കെ പറയാറുണ്ട്. ബാംഗ്ലൂരിൽ അതുപോലെ ദുബൈയിലൊക്കെ ചെന്നൊരു കെട്ടിടത്തിന്റെ മുകളിൽ കയറി ഒരു കല്ല് താഴെ കിട്ടാൻ ബാംഗ്ലൂരിലാണെങ്കിൽ ഒന്നുകിലും നായൊക്കെ കൊള്ളും, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടി പേപ്പർ എടുത്ത് നടക്കുന്ന ഒരു സാധുവിന്റെ തലയിൽ കൊള്ളും. അത്രയും ആളുകൾ ജോലി അന്വേഷിച്ച് നടക്കുക. ദുബൈയിലാണെങ്കിൽ വിസിറ്റ് വിസയിൽ വന്നിട്ട് ജോലി അന്വേഷിക്കുന്നവരുടെ നാടായി ആര് മാറിക്കൊണ്ടിരിക്കുക? ഇത് മാറിക്കൊണ്ടിരുന്നാൽ എല്ലാവർക്കും പണി വേണം. പക്ഷെ എല്ലാവരും ക്വാളിഫൈഡ് ആണ്, ആർക്കും പണിയില്ല. ഇത് സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന ബയോഡാറ്റകളിൽ ചിലതൊക്കെ വായിച്ചാൽ ചിലതൊക്കെ സംസാരിച്ച് ഭയങ്കര സങ്കടം. കഴിഞ്ഞ ദിവസം എന്നോട് ഒരു ബിടെക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഞാൻ സാറിന്റെ മെയിലൊരു ബയോഡാറ്റ അയച്ചിട്ടുണ്ട്, സാർ നോക്കിയില്ല, റിപ്ലൈ അയച്ചില്ല, എന്തേലും ഒരു പണി എവിടെയെങ്കിലും ശരിയായി തരുന്നു. ഞാൻ പറഞ്ഞു എവിടെ നിന്ന്? ഞാൻ വിസിറ്റിൽ വന്നു, എന്റെ ഡേറ്റ് കഴിയാനായി, ഈ അടുത്ത 3 ദിവസം കൊണ്ട് പോയി വിസ കഴിയും, അപ്പൊ തിരിച്ചു വരണം സാർ, അതുകൊണ്ട് അതിനുള്ളിൽ ഒരു ജോലി വേണം. അപ്പൊ ഞാൻ ചോദിച്ചു എവിടെയാണ് ജോലി? അപ്പൊ ഇങ്ങനെ കുറെ അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഇവരുടെ കുറഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞു. 1-2 ആളോട് അന്വേഷിച്ചപ്പോൾ വേറെ 1-2 ജോലി ഉണ്ട്. ഇവന്റെ ഫീൽഡായിട്ട് ഒരു ബന്ധമില്ല. ഇവൻ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്, കിട്ടുന്ന പണി ഇതുവരെ വന്നില്ലാത്ത. അപ്പൊ ഞാൻ പറഞ്ഞു സോറി, നിനക്ക് പറ്റിയൊരു ജോലി ഞാൻ അന്വേഷിച്ച് കിട്ടിയില്ല. കിട്ടിയ ജോലികൾ ഇന്നതാണ്, പക്ഷെ അത് നിന്റെ കരിയർ, 3 പഠിച്ചത് നിന്റെ കരിയർ. ഇവൻ അടുത്ത ഫോണ് കട്ടി തിരിച്ചു വിളിച്ചിട്ട് പറയുന്നത്, സാറേ ഇത് വേറെ നാടാണ്, എന്ത് വണ്ടി തന്നെ കുഴപ്പമൊന്നുമില്ല, എനിക്കൊരു ജോലി കിട്ടിയാൽ മതി. പഠിച്ചതൊന്നും സാറ് പറയണേ, എനിക്ക് പണി കിട്ടിയാൽ വാങ്ങി തന്നാൽ മതി, അതിനൊന്ന് റെക്കമെൻഡ് ചെയ്താൽ മതി, നാട്ടിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞോളുന്നു. ഇത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ മഹാഭൂരിഭാഗം ആളുകൾ അനുഭവിക്കുന്ന ഒരു വലിയ ചലഞ്ചാണ്. ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്, ഒക്കെ ഉണ്ട്, പക്ഷെ അർഹിക്കുന്ന ഒരു പോസിറ്റീവായി കരിയർ കിട്ടുന്നില്ല. ഒരു ഉദാഹരണമാണ് ഞാൻ പറയാം. ഈ സുഹൃത്ത് എന്നോട് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ ഒരു കഥയുണ്ട്. കുറച്ച് മുമ്പത്തതാണ്, പഴയതാണ്. പക്ഷെ പണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായി കേട്ടും വായിച്ചിട്ടുള്ള ഒരു കഥയാണ്. ഒരു സുഹൃത്ത് MA ഫസ്റ്റ് ക്ലാസ് എടുത്ത് പാസ്സായി കഴിഞ്ഞപ്പോൾ വലിയ സന്തോഷമായി. കാരണം വീട്ടുകാർക്ക് സന്തോഷമായി. അന്ധകാലത്ത് ഫസ്റ്റ് ക്ലാസ് ഒക്കെ കിട്ടാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അച്ചീവ്മെന്റ്. അപ്പൊ വീട്ടിൽ വന്നു, പാരന്റ്സ് കെട്ടിപ്പിടിച്ചു, മോനെ ഫസ്റ്റ് ക്ലാസ് കിട്ടിയ സന്തോഷത്തിൽ എല്ലാ കുടുംബക്കാരെയും വിളിച്ചു പറഞ്ഞു. പിറ്റേന്ന് മുതൽ ഇവനൊരു ജോലി കിട്ടുമെന്ന പ്രതീക്ഷയിൽ രക്ഷിതാക്കൾ ഇങ്ങനെ ആനന്ദ പുളകിതരായി നിൽക്കുകയാണ്. പക്ഷേ ഒരു ദിവസം കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, മോനൊരു ജോലിയും കിട്ടുന്നില്ല. എപ്പോഴും ഇന്റർവ്യൂ എന്ന് പറയും, അങ്ങനെ 200 രൂപ 500 രൂപ ഒക്കെ വാപ്പ കയ്യിൽ കൊടുക്കും, അതും വാങ്ങി ടൈം പോട്ടിട്ട് ഇന്റർവ്യൂവിന് പോകും, വൈകുന്നേരം തിരിച്ചു വരും. എന്തായിടാന്ന് ചോദിക്കുമ്പോൾ ഉടനെ പറയും ആ കമ്പനി നമുക്ക് ശരിയാവില്ലാന്ന് വരും. അപ്പൊ കുഴപ്പമില്ല, എന്നാൽ അടുത്തതിന് പോകാന്ന് വരും. സംഗതി ഇവന് കമ്പനി ശരിയാവാഞ്ഞിട്ടല്ല, കമ്പനിക്ക് ഇവനെ ശരിയാവാഞ്ഞിട്ടാണ്. അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എന്റെ വാപ്പത്തിന് സംഗതി പോകുന്നത് ഇത് കുറച്ച് പെശകാണ്. ഉടനെ പറഞ്ഞു, മോനെ ഇത്ര കാലം നിന്നെ പഠിപ്പിച്ചതിന്റെ ചെലവ് ഇപ്പൊ നിനക്ക് ഇന്റർവ്യൂവിന് പറഞ്ഞു വിടുന്നതിന്റെ ചെലവ് ഇനി നടക്കില്ല, അതുകൊണ്ട് ഇനി നീ ഇത് നിർത്തിയിട്ട് എന്തെങ്കിലും ഒരു പണി എടുക്കണം എന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, തൽക്കാലം ഒരു പണി കിട്ടണമെങ്കിൽ നമുക്ക് കുറെ തോട്ടമുണ്ട്, ആ തോട്ടത്തിൽ ഒരു മേശിരിയായി സൂപ്പർവൈസറായി നീ ആ തോട്ടത്തിൽ ഇങ്ങനെ പണിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നോക്കിയെന്നാണ്. ആ തോട്ടത്തിൽ പണിയെടുത്ത വൈകുന്നേരം 600-500 കൂലിയാണ്. ഇവൻ പറഞ്ഞു, വാട്ട് ദ ഹെൽ ആർ യു ടോക്കിംഗ് ഡാഡ്? എന്ത് മോശമാണ് നിങ്ങൾ പറയുന്നത്? ഈ MA ഫസ്റ്റ് ക്ലാസ് എടുത്ത ഞാൻ തോട്ടത്തിൽ പോയി പണിയെടുത്ത ആൾക്കാർ എന്താ വിചാരിക്കാൻ? നോ നോ നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. അവിടെ പറഞ്ഞത് ഈ ജോലി ചെയ്യേണ്ട, ഈ സൂപ്പർവൈസർ ആവും, ശനിയാഴ്ച കണക്ക് കൂട്ടുക, കൂലി കൊടുക്കുക, ശമ്പളം കൊടുക്കുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുക, ദക്ഷിണ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് പറ്റുന്നുണ്ട്. ഉടനെ പറഞ്ഞു, ഇവൻ അടുത്ത ചോദ്യം, വേറെ ആരെങ്കിലും സൂപ്പർവൈസർ ഉണ്ടോ? ചുണ്ട് 3-4 ആളുണ്ട്. ഓല 8ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ആണ്. നോ നോ നോ, അവരുടെ MA ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുത്ത ഞാനും 8 പോലെ വിചാരിക്കും, അതുകൊണ്ട് പറ്റില്ല. അപ്പൊ ഉടനെ വാപ്പ പറഞ്ഞാൽ പിന്നെ കാര്യം, നിനക്കൊരു ഷോപ്പ് തുടങ്ങി തരണം, ഹാർഡ്വെയർ ഷോപ്പ് തുടങ്ങിയിട്ട് അതിന്റെ മാനേജറായിട്ട് നീ കച്ചവടം നടത്തും, അത് പറ്റുമോ? ഉടനെ പറഞ്ഞു, ചെയ്യാമായിരുന്നു, ഞാനൊരു BBA-യോ BCom ആണ് പഠിച്ചതെങ്കിൽ ചെയ്യാമായിരുന്നു. MA ഫസ്റ്റ് ക്ലാസ് എടുത്തിട്ട് കച്ചവടത്തിന് പോയാൽ അതിന് മോശമല്ലേ, അതിന് ഞാൻ നിൽക്കില്ല. ചുരുക്കി പറഞ്ഞാൽ ഗതി മുട്ടിയിട്ട് ഇവന്റെ അച്ഛൻ ഇവനോട് പറഞ്ഞു, എന്നാ പിന്നെ പോയി തൂങ്ങി ചത്തൂടെ, ഒരു ഉപകാരം ഇല്ലെങ്കിൽ പോയി ആത്മഹത്യ ചെയ്തു. അങ്ങനെ അവസാനം ഗതി മുട്ടിയിട്ട് പറഞ്ഞു. ഇത് ഇവന്റെ മനസ്സിൽ വല്ലാതെ കൊണ്ടു താളം. സ്വന്തം പിതാവിന്റെ അടുത്ത് നിന്ന് എനിക്ക് പോയി ചത്തൂടെ എന്ന് വെച്ചാൽ സങ്കടം ആലോചിക്കുന്നത്. അങ്ങനെ ഇവൻ പോയി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. കാരണം സൂയിസൈഡ് ഈസ് എ പെർമനന്റ് സൊല്യൂഷൻ ഫോർ എ ടെമ്പററി പ്രോബ്ലം. താൽക്കാലികമായ പ്രശ്നത്തിനുള്ള സ്ഥായിയായ പരിഹാരമാണ് ആത്മഹത്യ. അങ്ങനെ ചെന്നിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരു മരത്തിന് മുകളിൽ തൊട്ടിൽ കയറ് കെട്ടി കഴുത്തിൽ വിട്ട് ചാടാൻ നിൽക്കുന്ന സമയത്ത് ഒരു ചങ്ങാതി കുതിരപ്പുറത്തില് ഒരു ചങ്ങാതി ഇങ്ങനെ വരികയാണ്. വന്നു കണ്ട ഉടനെ പറഞ്ഞു, man, you don't do this, what the hell are you doing, you are such a young എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ആവേശത്തിൽ പറഞ്ഞ് ഓനെ തൽക്കാലം നിർത്തിച്ചു. എന്നിട്ട് ഓനോട് ഇറങ്ങാൻ പറഞ്ഞു. ഇറങ്ങി ചോദിച്ചു, എന്ത് പണി എടുക്കണം ഈ പ്രായത്തിൽ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല, എന്ത് ചെറുപ്പക്കാരനല്ലേ, ഇത്ര ഭാവിയുണ്ട്, നീ ആത്മഹത്യ ചെയ്യാൻ പാടുന്ന ശാലോട് ഉപദേശിച്ചു. നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ എന്നെ ഉപദേശിക്കുന്നത്? ഉടനെ പറഞ്ഞു, വാട്ട്സ് യുവർ പ്രോബ്ലം? എന്റെ പ്രശ്നമൊന്നുമില്ല, ഞാൻ MA ഫസ്റ്റ് ക്ലാസ് ആയി പോയി,
എനിക്ക് പണിയില്ല, ഞാൻ തൂച്ചവൻ. ഉടനെ പറഞ്ഞു നിനക്ക് പണി കിട്ടിയതിന്റെ പ്രശ്നം തീരില്ലേ? യെസ്, എവിടെയാണ് പണി? ഉടനെ പറഞ്ഞു യു കം ടു മീ, കം വിത്ത് മീ. എന്റെ കമ്പനിയിൽ ജോലി ചെയ്ത്, നിങ്ങളുടെ കമ്പനി ഏതാ? സർക്കസ് ആണ്, സർക്കസ് കൂടാരത്തിൽ പണി തരാം. അതിന് നല്ലത് ഇപ്പേ തൂങ്ങി MA ഞാൻ സർക്കസ് കൂടാരത്തിൽ വന്ന് നാട്ടുകാരെ കണ്ട പിന്നെ എന്തിനു പറ്റും? ഉടനെ അയാൾ പറഞ്ഞു എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നാട്ടുകാർ കണ്ടാലല്ലേ പ്രശ്നം. യെസ്, എന്നാൽ ഞാൻ നിങ്ങളൊരു കാര്യം പറയാം, നീ ഡെയിലി രാവിലെ ടൈം പോട്ടിട്ട് വരിക. എന്നിട്ട് ഞാൻ അവിടെ വന്ന കരടിയുടെ വേഷം തരും. ആ വേഷം തന്നാൽ അതുകൊണ്ട് ഇട്ടിട്ട് ഇങ്ങനെ ആൾക്കാരെ ചിരിപ്പിക്കുക, കളിപ്പിക്കുക, വൈകുന്നേരം ഇത് ഊരി വെക്കുക, കോട്ടിടാൻ തിരിച്ചു പോകും. ഒരാൾക്ക് മനസ്സിലാവില്ല, 10,000 രൂപ ശമ്പളം തരും. ഇവൻ ആലോചിച്ചു അത് കൊള്ളാലോ, കാരണം ആത്മഹത്യ ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് ഇപ്പണി. അപ്പൊ നേരെ ചെന്ന് വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു സംഗതി പണിയൊക്കെ കിട്ടി, നല്ല ജോലി കിട്ടി. അച്ഛൻ ചോദിച്ചു മോനെ എവിടെയാ, എത്ര ശമ്പളം? 15,000. കുഴപ്പമില്ല, സ്റ്റാർട്ടിങ്ങിനൊക്കെ നല്ല ശമ്പളമാണ്. എവിടെയാ ജോലി? അത് നല്ല കമ്പനിയിലാണ്. കമ്പനി എവിടെയാ? അത് അങ്ങനെയൊന്നുമില്ല, ലോകത്ത് പല സ്ഥലത്തായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് വാപ്പ അറിയില്ല ഇത് സർക്കസ് എന്നുള്ളത്. അപ്പൊ എല്ലാവരും ആശീർവദിച്ചു. പിറ്റേന്ന് രാവിലെ മുതൽ കോട്ടിട്ട് പോകുന്നു, കരടിയുടെ വേഷം കെട്ടുന്നു, ചിരിപ്പിക്കുന്നു, വൈകുന്നേരം കോട്ടിട്ട് തിരിച്ചു വരുന്നു. അങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ പോകുമ്പോൾ അയൽപക്കത്തുള്ള ആളുകളൊക്കെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. നോക്കിയിട്ട് അയൽപക്കത്തുള്ള രക്ഷിതാക്കളൊക്കെ പറയാൻ തുടങ്ങി, മക്കളെ ചൂണ്ടിയിട്ട് മക്കളെ പഠിച്ചാൽ ഇതുപോലെ നല്ലൊരു നിലയിൽ എത്തണം, ഇയാളെ നില ഏതാണെന്ന് അറിയില്ല. അങ്ങനെ ഒരു ദിവസം എന്ത് വെച്ചാൽ ഈ നെറ്റിൽ നിന്ന് പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവധി ദിവസം ഈ ചങ്ങാതി കൂട് നെറ്റ് പൊട്ടിയിട്ട് ചെന്ന് വീണത് സിംഹത്തിന്റെ കുട്ടിലാണ്. വീണ ഉടനെ കൂടി വിളിച്ചിട്ട് പറഞ്ഞു ഈ വിചാരിക്കണ പോലത്തെ ഒരു കരടിയൊന്നുമല്ല, ഗതികേട് കൊണ്ട് ഇവിടെ എത്തിപ്പെട്ട MA ഫസ്റ്റ് ക്ലാസ് ആണ് ഞാൻ, അതുകൊണ്ട് എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ പിടിച്ചോണ്ട് എന്നെ രക്ഷപ്പെടുത്തുന്ന ആരും കേൾക്കണമെന്നില്ല. ഇവനിങ്ങനെ ആർത്ത് വിളിക്കും തോറും സിംഹം കൂട്ടിൽ ഒരാളെ കിട്ടിയ ആ സന്തോഷത്തിൽ മെല്ലെ മെല്ലെ ഇരിച്ചിരിച്ചിരിച്ചിങ്ങനെ അടുത്തേക്ക് വരിക. വരുന്തോറും ഇവൻ കൂകി വിളിക്കുന്നു, അടുത്തേക്ക് ഏടാണ്ട് ഓടിയെത്തി പിടിക്കുന്നതായിട്ട് ഇവൻ തളർന്നു. സിംഹത്തിനൊരു രീതിയെ കിട്ടിയ സന്തോഷത്തിൽ ഇങ്ങനെ എഴച്ചു വരിക. അപ്പൊ ഏതാണ്ട് അടുത്തെത്തി കയ്യിൽ നിന്ന് പോയി എന്ന് കണ്ടപ്പോൾ ഇവൻ തളർന്ന് വീഴാൻ പോയപ്പോൾ സിംഹം ഇവനെ കയ്യിൽ ഇങ്ങനെ കിടത്തിയിട്ട് പറഞ്ഞു സാരമില്ലടാ, എങ്ങനെ ടെൻഷനൊന്നും അടിക്കണ്ട, നിന്റെ ബാച്ചിലെ ഫസ്റ്റ് റാങ്ക് ആണ്. ഫസ്റ്റ് ക്ലാസ് കിട്ടിയോണ്ട് നിനക്ക് ഇതും കിട്ടി, ഫസ്റ്റ് റാങ്ക് കിട്ടിയോണ്ട് എനിക്ക് സിംഹം കിട്ടി. നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ എഡ്യൂക്കേഷൻ ഈസ് ഈക്വൽ ടു അൺഎംപ്ലോയ്മെന്റ്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പണിയിട്ടാത്ത അവസ്ഥയാണ് എന്നിടത്തേക്കാണ് ഇന്ന് നമ്മുടെ ലോകം പോയി കിട്ടുക. അപ്പൊ ചോദ്യം, പഠിക്കണം. ഇങ്ങനെയാണ് ഗണിതരസർ പഠിക്കുന്നത്. ഇതൊന്നും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ എന്താണ് വാട്ട്സ് അവർ സ്പേസ്? എന്തിനാ നമ്മൾ കഷ്ടപ്പെടുന്നത്? ഇവിടെയാണ് ഉത്തരം. ഞാനീ പറഞ്ഞതെല്ലാം ആവറേജുകളെ കുറിച്ചാണ്, ചെറിയ സ്വപ്നങ്ങളുള്ളവരെ കുറിച്ചാണ്, ചെറിയ ലക്ഷ്യങ്ങളിൽ ജീവിതത്തെ അവസാനിപ്പിക്കുന്നവർക്കാണ്, ചെറിയ മൈൽ സ്റ്റോണുകൾ വെച്ച് യാത്ര ചെയ്യുന്നവർക്കാണ്. അവർക്ക് വരാൻ പോകുന്ന അവസ്ഥ തന്നെയാണ്, യാതൊരു മാറ്റം ഉണ്ടാവില്ല. നേരെ കുറിച്ച് നിങ്ങൾക്ക് രണ്ട് കാര്യം, എല്ലായ്പ്പോഴും ശമ്പളം മാത്രമല്ല ജീവിതത്തിന്റെ മാനദണ്ഡം. ചിലപ്പോഴൊക്കെ ഡിഗ്നിറ്റി ഓൾസോ മാറ്റേഴ്സ്. സമൂഹത്തിൽ ഞാനീ പറഞ്ഞ ബേക്കറിക്കാരന് കിട്ടാത്ത ഒന്നുണ്ട്, ഞാനീ പറഞ്ഞ കഫ്റ്റീരിയക്കാരന് കിട്ടാത്ത ഒന്നുണ്ട്, ഗൾഫിൽ പോയി ഏതോ ഒരു കടയിൽ സൂപ്പർവൈസറായി ജോലി ചെയ്യുന്നവർക്ക് കിട്ടാത്ത ഒന്നുണ്ട്, എവിടെ ഇലക്ട്രിക്കൽ പ്ലംബിംഗിൽ സൂപ്പർവൈസറിൽ പഠിക്കു വന്ന ഒരു മനുഷ്യന് കിട്ടാത്ത ഒന്നുണ്ട്. അതുപോലെ സർക്കസ് കൂടാരത്തിൽ ചെന്ന് 15,000 വേഷം മാറി കളിച്ചാൽ ആ സുഹൃത്തിന് കിട്ടാത്ത ഒന്നുണ്ട്. അതിന്റെ പേരാണ് ഡിഗ്നിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി. ആ ഡിഗ്നിറ്റി എന്ന് പറയുന്നതാണ് ജീവിതത്തിൽ ഒരു അളവുകളിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം. എനിക്ക് 4 ആളുടെ മുന്നിൽ ഞാൻ ഇന്നതാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഒരു അഭിമാന ബോധവും അന്തസ്സും ഒരു ആദരവും, അതിലൂടെ എനിക്കും എന്റെ ശേഷമുള്ളവർക്കും എന്റെ കുടുംബത്തിനും എന്റെ ബന്ധപ്പെട്ടവർക്കുമല്ല ഒരു പ്രിവിലേജ് മാറ്ററായിട്ട് ഞാൻ മാറണം. ആ പ്രിവിലേജ് മാറ്ററായിട്ട് മാറണമെങ്കിൽ ഇതേ വഴിയുള്ളൂ. നിങ്ങൾ ഞാനീ പറഞ്ഞതൊക്കെ കേൾക്കുമ്പോൾ സുഖം തോന്നും. പക്ഷെ എനിക്ക് ആ +1കാരോട് പറഞ്ഞ അവസാന മറുപടി ഇതാണ്, മോനെ ശമ്പളമാണ് വേണ്ടതെങ്കിൽ ഇതിനേക്കാൾ നല്ല പൈസ ശമ്പളം കിട്ടുന്ന ഇഷ്ടം പോലെ പണി, ഇങ്ങനെയൊന്നും പോണ്ട. ആഴ്ചയിൽ 3 ദിവസം പണിയെടുത്താൽ മതി, മതിൽ വരാൻ പോയാൽ മതി. വാരി എന്നിട്ട് പോലെ 1000 രൂപ കൊണ്ട് നിന്നാൽ നിനക്ക് ഇതിനേക്കാൾ ശമ്പളം കിട്ടും. ആ പണി മോശമായതുകൊണ്ടല്ല, ആ പണി നിനക്ക് ജീവിക്കാൻ പറ്റുന്ന പണിയാണ്, ആ പണി നിനക്ക് അന്തസ്സോടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന പണിയാണ്, ആ പണി കുടുംബത്തിൽ നിനക്ക് നിന്റേതായ ജീവിത മാർഗങ്ങൾ വലിയ വരുമാനത്തോടെ കൊണ്ടുനടക്കാൻ പറ്റിയ ഇഷ്ടം പോലെ പണികളുണ്ട്. ഇതിനേക്കാൾ സമ്പാദിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ആ സമ്പാദിക്കുന്നവരുടെ മക്കൾ പോലും ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം എന്താ? സമൂഹത്തിൽ വിലയും നിലയും ഉള്ളവരായി മാറണം. നമുക്കൊരു ഡിഗ്നിറ്റി വേണം. നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ട് നാളെ ഒരു PhD എടുത്തിട്ട് ഡോക്ടറായി നോക്കുക. നിങ്ങളിങ്ങനെ പഠിച്ചിട്ട് ഒരു സർക്കാർ സ്കൂളിലെ ഒരു അധ്യാപികയായി വിചാരിക്കുക, ഏതോ ഒരു കോളേജിലെ പ്രിൻസിപ്പളായി വിചാരിക്കുക, ഏതോ ഒരു സ്കൂളിലെ
HMI എന്ന് വിചാരിക്കുക. എവിടെയോ നിങ്ങൾ ഒരു നല്ല ഒരു ഗവൺമെന്റിൽ നേരത്തെ സൈമൺ സാഹിബ് പറഞ്ഞ പോലെ ഒരു വില്ലേജ് ഓഫീസറായി വിചാരിക്കുക. എവിടെയല്ല ഒരു നല്ല ഒരു സ്ഥാപനത്തിൽ സൂപ്രണ്ടായി വിചാരിക്കുക. എവിടെയല്ല ഹയർ പോസ്റ്റിൽ എവിടെയോ നിങ്ങൾ കയറി പറ്റിയെന്ന് വിചാരിക്കുക. നിങ്ങളുടെ വീട്ടിന്റെ അഡ്രസ് പിന്നീട് നിങ്ങളാണ്. നിങ്ങളുടെ വീടിന് മുന്നേ കൂടെ പോകുമ്പോ ആ ടീച്ചർ പറയേണ്ടത് എസ് ആണോ, ആ പ്ലംബറെ പറയേണ്ടത് പറയില്ലല്ലോ, ആ ബേക്കറിയിൽ നിൽക്കുന്ന ചങ്ങായിന്റെ പറയേണ്ടത് പറയില്ലല്ലോ. ആളുകൾ പറയേണ്ടത് വീടിന്റെ അഡ്രസ് ആയിട്ട് നിങ്ങൾ മാറും. എസ് ആണോ, വീടിന്റെ ഐഡന്റിറ്റി ആയി നിങ്ങൾ മാറും, വീടിന്റെ ഗുഡ്വില്ലായി നിങ്ങൾ മാറും. അതുകൊണ്ടല്ലേ ലോകത്തിലെ ഏറ്റവും കഷ്ടപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർ പോലും പാടുപെട്ട് പണിയെടുത്ത് കഷ്ടപ്പെടുമ്പോഴും അവർ ആഗ്രഹിക്കുന്നത് എന്റെ മോനെ പഠിച്ചിട്ട് നല്ല വിദ്യാഭ്യാസത്തോടെ ഒരു അവസ്ഥയിലെത്തിയാൽ നാളെ എനിക്കൂടി അഡ്രസ്സാണ് ആര് ഈ മകൻ. പക്ഷെ ഈ അഡ്രസ് എങ്ങനെ കിട്ടാം? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2 സർട്ടിഫിക്കറ്റ്, MG യൂണിവേഴ്സിറ്റിയുടെ 1 സർട്ടിഫിക്കറ്റ്, കേരള യൂണിവേഴ്സിറ്റിയുടെ 1, പിന്നെ ഡിസ്റ്റൻസിൽ 4 യൂണിവേഴ്സിറ്റിയുടെ വേറെ സർട്ടിഫിക്കറ്റ്. ഇതൊക്കെ കൂടി ഭദ്രമായി അലമാരയിൽ കൊണ്ടുവച്ചാൽ വീടിന്റെ മുന്നിലൂടെ പോണവർ 6 സർട്ടിഫിക്കറ്റ് സ്വന്തമായി അലമാരയിൽ മുമ്പിൽ വെക്കുന്ന ഒരു വലിയ പ്രതിപാദനയായ ടീച്ചറുടെ വീടാണെന്ന് ആരും പറയില്ല. You should have to get a careeristic achievement. നിങ്ങൾക്ക് ജീവിതത്തിൽ പറയാൻ പറ്റാവുന്ന പ്രോമിസിംഗ് ആയ ഒരു കരിയർ ഉണ്ടാവണം. അഡ്രസ് ഉണ്ടാക്കുന്ന ഒരു കരിയർ ഉണ്ടാവണം. This is what is dignified career. ഡിഗ്നിഫൈഡ് ആയ ആളുകൾക്ക് മുന്നിൽ ഡിഗ്നിറ്റി ഉള്ള ഒരു കരിയർ കിട്ടിയാൽ മാത്രമേ ഇതിലേക്ക് നിങ്ങൾ ചേർത്ത് വെക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ ഒന്നാമത്തെ ലക്ഷ്യം പഠിക്കുക എന്നുള്ളതല്ല, ജയിക്കുക എന്നുള്ളതല്ല, മാർക്ക് വാങ്ങുക എന്നുള്ളതല്ല, സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളതല്ല. ഇതൊക്കെ കൊണ്ട് ജീവിതത്തിൽ സർട്ടിഫൈഡ് ആവുക എന്നതാണ്. നമ്മൾ ജീവിതത്തിൽ ലൈഫിൽ അങ്ങനെ ഒരു അംബിഷ്യസ് ആയ കരിയറിൽ എത്തിപ്പെടുക എന്നുള്ളതാണ്. അതെത്തുന്നത് വരെ വിശ്രമമില്ലാന്ന് തീരുമാനിക്കലാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ടാർഗറ്റ് എന്ന് പറയുന്നത്. എന്റെ കരിയറിൽ എനിക്ക് എത്തിപ്പെടണം, ആ സ്വപ്ന സമാനമായ അച്ചീവ്മെന്റ് എനിക്ക് ഉണ്ടാവണം. അതിന് പ്രായമില്ല, കാലമില്ല, സമയമില്ല, ഒന്നുമില്ല. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നതാണ് ഏറ്റവും പ്രധാനം. 85 വയസ്സുള്ള ഒരു സ്ത്രീ യൂണിഫോം ഇട്ടിട്ട് BBA പഠിക്കാൻ പോയ, BCom BBA പഠിക്കാൻ പോയ ഒരു സ്ത്രീയുടെ ഫോട്ടോ ഇന്നത്തെ പത്രത്തിൽ കണ്ടിരിക്കുന്നത് കണ്ടാൽ തോന്നാ ആ സ്ഥാപനത്തിൽ ഏതോ ഒരു മെയിൻ്റെനൻസ് സ്റ്റാഫ് കുട്ടികളെ കൂടെ നിന്നതാണെന്നൊന്നും അല്ല. അസ്ത്രീയ പ്രായത്തിൽ പഠിക്കേണ്ടതിന് പ്രായമില്ല, നേടുന്നതിന് പ്രായമില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡിഗ്നിഫൈഡ് ആയ കരിയർ ഉണ്ടാവുക എന്നുള്ള പ്രധാനം ഒന്ന്. രണ്ടാമത്തത് ഡിഗ്നിറ്റി ഉണ്ടാവുക എന്ന ഒരു അളവുകളാണെങ്കിൽ രണ്ടാമത്തത് ഏറ്റവും നല്ല അന്തസ്സുള്ള വരുമാനമുള്ള ജോലി കിട്ടുക എന്നുള്ള രണ്ടാമത്താണ്. ആ അന്തസ്സും വരുമാനമുള്ള ജോലി കിട്ടണമെങ്കിലോ you should have to plan the highest one. ഏറ്റവും ഉയർന്നത് ചിന്തിക്കാൻ പറ്റണം, ഏറ്റവും ഉയർന്നത് ആലോചിക്കാൻ പറ്റണം, ഏറ്റവും ഉയർന്ന സ്വപ്നങ്ങളിലൂടെ സഞ്ചരിക്കാൻ പറ്റണം. ടീച്ചർ ആവുകയാണെങ്കിൽ ഏറ്റവും നല്ല സ്ഥാപനത്തിൽ ഏറ്റവും മികച്ച ടീച്ചർ ആവാൻ പറ്റണം. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ഏറ്റവും നല്ല 7ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു ഗവൺമെന്റ് ജോലിയിലേക്ക് എത്തിപ്പെടാനല്ല സ്വപ്നം കാണേണ്ടത്, ഡിഗ്രി യോഗ്യതയുള്ള ഒരു ഗവൺമെന്റ് ജോലി എത്തണം. അപ്പൊ എപ്പോഴും നിങ്ങൾക്ക് കാണുമ്പോൾ ഉയർന്നതിനെ കാണാൻ മനസ്സുണ്ടാവുക എന്നതാണ് പ്രധാനം. അതുകൊണ്ടാണ് സാധാരണ പറയാറുണ്ട്, നിങ്ങൾ സൂര്യനാകാൻ സ്വപ്നം കാണൂ എങ്കിൽ നിങ്ങൾക്ക് ഒരു ചന്ദ്രനെങ്കിലും ആകാൻ പറ്റിയത്. ചന്ദ്രനാകാൻ സ്വപ്നം കാണൂ എങ്കിൽ നിങ്ങൾക്ക് ഒരു നക്ഷത്രമെങ്കിലും ആകാൻ പറ്റിയേക്കാം. നക്ഷത്രമാകാൻ സ്വപ്നം കാണൂ എങ്കിൽ ഒരു മിന്നാമിനെങ്കിലും ആകാൻ പറ്റിയത്. ആദ്യമേ മിന്നാമിനെ സ്വപ്നം കണ്ടാൽ ഒരു തീപ്പൊരിയായിട്ട് സാധനങ്ങൾ തീർന്നു. എല്ലാവരുടെയും സ്വപ്നമാണ്. വ്യാമോഹങ്ങളൊന്നുമില്ല, ആർത്തിയൊന്നുമില്ല. എന്തേലും ഒന്ന് എപ്പോഴെങ്കിലും ഒക്കെ എവിടെയെങ്കിലും വെച്ചായാൽ മതി. ആ കളരോട് ചോദിച്ചാൽ എന്താ നിങ്ങളുടെ ആഗ്രഹം? അങ്ങനെയൊന്നുമില്ല. പിന്നെന്താ ആഗ്രഹം? അങ്ങനെ ഒന്നുമില്ല. പിന്നെന്താ വേണ്ട? അങ്ങനെ ഒന്നുമില്ല, സത്യമാണ്. പിന്നെന്താ വേണ്ട? ജീവിച്ചാൽ മതി, ഒരു പണി കിട്ടിയാൽ മതി, എവിടെയെങ്കിലും ഒക്കെ കരിയർ ഉണ്ടായാൽ മതി. ആ കരിയർ ഉണ്ടായി കഴിഞ്ഞാൽ വാട്ട്സ് യുവർ നെക്സ്റ്റ് സ്റ്റെപ്പ്? What's your elevated mode? What's your next the plan in your life? അങ്ങനെ ജീവിതത്തിൽ നിങ്ങൾക്ക് അടുത്തതെന്ത് എന്ന് ആലോചിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ കരിയറിനെ ബിൽഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദ്യം. ഒരു കാലം ഉണ്ടായിരുന്നു ആൺകുട്ടികൾക്ക് ഇത് പറ്റും, പെൺകുട്ടികൾക്ക് ഇത് പറ്റില്ല. ആ ഒരു കാലം ഉണ്ടായിരുന്നു പെൺകുട്ടികൾ വിചാരിച്ചാൽ പഠിക്കാൻ കഴിയില്ല, അവർക്ക് ഉയരങ്ങൾ കിട്ടില്ല, ജോലി കിട്ടില്ല. ആ കാലമൊക്കെ പോയില്ലേ? ഇന്ന് എല്ലാ വിദ്യാഭ്യാസപരമായ നമ്മുടെ കണക്കുകൂട്ടലുകളും മാറി എല്ലാവരുടെ മുന്നിലും എല്ലാ അവസരങ്ങളും കൊണ്ട് തുറന്നു വെച്ചിരിക്കുകയാണ്. ഈ അവസരങ്ങൾ തുറന്നു വെച്ചിരിക്കുന്ന ഒരു കാലത്ത് നമ്മളത് നേടിയല്ലേ പ്രധാനങ്ങൾ ആലോചിച്ചു. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. ഇവിടെ നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു മാറ്റത്തിന്റെ ഷിഫ്റ്റ്, സമൂഹം മാറിയാൽ, എഡ്യൂക്കേഷനിൽ മാറിയാൽ സമൂഹത്തിന്റെ സോഷ്യൽ സിനാരിയോ മാറുമെന്നൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ ആൺകുട്ടികളുടെ വിദ്യാഭ്യാസം കൂടിയോ കുറഞ്ഞോ? പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം കൂടിയോ കുറഞ്ഞോ? നിങ്ങൾ ആള് കൂടുതലുണ്ടെന്നോടാ പറഞ്ഞ, പിറകിലുള്ള ആണുങ്ങൾ പറഞ്ഞു. ഇവര് പറഞ്ഞത് ശരിയാണോ ശരിയില്ല? പല സ്ഥാപനത്തിൽ പോയാലും കാണുന്നത് എങ്ങനെയാണ്? 10-15% ആൺകുട്ടികളുടെ ബാക്കി തെച്ചു. BEd കോളേജിൽ ഇവിടെ പിന്നെ വേദമുണ്ട്. BEd കോളേജിലൊക്കെ പരിപാടിക്ക് പോയാൽ ഭയങ്കര രസമാണ്. കാരണം വെച്ചാൽ പരിപാടിക്ക് ചെന്ന് നോക്കിയാൽ ഫുള്ളുള്ള 100-140 ആള് സീറ്റ് ഉണ്ടെങ്കിൽ 140-10 ആൺകുട്ടികൾ ഉണ്ടാവുക, ബാക്കി തെച്ച് പെൺകുട്ടികളായിരിക്കും.
ഓല് 10 ആളും സംഘാടകനായിരിക്കും. അതുകൊണ്ട് 110 ആണുങ്ങൾ ബാക്കിയുള്ളവരെ പരിപാടിക്ക് ഉണ്ടാവും. അപ്പൊ എവിടെ ചെന്നാലും ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പോയാൽ 80% പെൺകുട്ടികളാണ്. എല്ലായിടത്തും എണ്ണം കുറവാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നത് വെച്ചാൽ എഡ്യൂക്കേഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ ബേക്കറി പോക്ക് എന്ത് ചെയ്തു, പകുതിയത് കൂടി. പലരും ആ കണക്കൂട്ടൽ തുടങ്ങി, പഠിച്ചിട്ടെന്താ കാര്യം ആലോചിക്കാൻ തുടങ്ങി. ഇപ്പൊ ഇല്ല. പിന്നെ അതിന്റെ സോഷ്യൽ സിനാരിയോയുടെ ഉദാഹരണം ഞാൻ പറയാം. കൗണ്ടർ എഫക്റ്റ് ആണ്. ഞാൻ സിമ്പിൾ ആയിട്ട് കാരണം പറയാം. നിങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ്, നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ എനിക്കറിയില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ സിനാരിയോ വെച്ചിട്ടാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാനാണോ പെൺകുട്ടികൾക്ക് പുതിയാപ്പിളനെ കിട്ടാനാണോ കഷ്ടപ്പാട്? ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാനാണ് കഷ്ടപ്പാട്. പഠിക്കുന്ന കുട്ടികൾ ഇപ്പൊ സ്ഥിരം പറയുന്ന ഡയലോഗ് എന്താ, സാറേ ഒന്ന് വീട്ടിലൊന്ന് സംസാരിക്കുമോ, കല്യാണം വേണ്ടാന്ന്, ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ട് മതി, 3 കൊല്ലം കഴിഞ്ഞിട്ട് മതി, ഡിഗ്രി കഴിഞ്ഞിട്ട് മതി. അപ്പൊ വീട്ടുകാർ പറയുന്നു ഇത്രയും നല്ല ആലോചന വരുമ്പോ എങ്ങനെയാ പറയാ? കാരണം ഡെയിലി വന്നിട്ട് ഇങ്ങനെ പറയണേ, മോളെ ഇത് വേണോ അത് വേണോ ഇത് വേണോ ഏതാന്ന് പറഞ്ഞാൽ മതി. കാരണം അത്രയും ഓപ്ഷൻസ് ആണ് പെൺകുട്ടികളെ രക്ഷിതാക്കളുടെ മുന്നിൽ. ഓപ്ഷൻസ് ഇങ്ങനെ കൂടെ നമ്മൾ പറയാണ്. ആ അടുത്ത കാലത്ത് രക്ഷിതാവ് പറയാണ്, ഒരു പെൺകുട്ടിയുടെ രക്ഷിതാവാണ്, എനിക്കറിയാവുന്ന ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വല്ലാതെ ഇഷ്ടമുള്ള ഒരാളാണ്, അയാളുടെ മോൾക്ക് വേണ്ടിയിട്ടാണ്, ഒരു ഡോക്ടറാണ് എന്റെ മോന്, അവനെ ഒന്ന് അന്വേഷിക്കുമോ, പറഞ്ഞാൽ നിൽക്കും, ഞങ്ങൾക്ക് കുടുംബ കല്യാണത്തിന് താല്പര്യമുണ്ട്, അവർ കല്യാണം നോക്കുന്നുണ്ട്. അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു വിദ്യാഭ്യാസം കിട്ടിയാൽ പറയണം, ഡോക്ടർ ആയിരിക്കണം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇയാളെ വിളിച്ചു, എല്ലാവർക്കും നല്ലൊരു മനുഷ്യനാണ്, നല്ല ഫാമിലിയാണ്. ഞാൻ പറഞ്ഞു നിങ്ങളോട് അന്വേഷിക്കാൻ വേണ്ടി എന്നോട് ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അവരുടെ മോനെ ഡോക്ടറാണ്, നിങ്ങളുടെ മോൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കല്യാണം ആലോചിക്കാമായിരുന്നു എന്ന് പറഞ്ഞു. ഉടനെ ഇയാൾ എന്നോട് പറയുന്നത് ഒരു സി അയക്കാൻ പറയുമോ? ഞാൻ ആകെ ഞാൻ പറഞ്ഞു പഠിക്കല്ല, കല്യാണത്തിന് പുതിയാപ്പിളാക്കാനാണ്. അതെന്നെ പറഞ്ഞത്. മോള് ചോദിച്ചത് ആരന്വേഷിച്ചാലും കുഴപ്പമില്ല, ഫസ്റ്റ് ഡീറ്റെയിൽഡ് സീരി വേണം. എന്നിട്ട് നോക്കിയിട്ട് സ്കില്ലും ഹാബിറ്റും ഹോബിയും സ്വഭാവവും പരിപാടിയൊക്കെ ആറ്റിറ്റ്യൂഡൊക്കെ പറ്റുമെങ്കിലേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു അത് മാത്രം ആക്കേണ്ട, ഒരു ഗൂഗിൾ ഫോം അയച്ചാൽ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസും ഉണ്ടായിക്കോട്ടെ. കാരണം എന്നാ പിന്നെ 2ാമത്തെ മീറ്റിങ്ങിന് മുമ്പ് ഏതാണ്ട് ഒരു തീരുമാനം ആവാനോ. അപ്പൊ നോക്കുമ്പോ വെച്ചാൽ ഇത് ലോകം മാത്രമാണ്. ഞാനൊക്കെ പലപ്പോഴും പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും 2011 ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഗൾഫിലൊക്കെ വന്ന പല ആളുകൾ വൈകുന്നേരം ഞങ്ങൾ കോളേജ് വിട്ട് പോകുമ്പോൾ ഇങ്ങനെ നിന്നിട്ട് പറയും, ഈ കോളേജ് ഇന്ന ക്ലാസ്സിൽ ഇന്ന കുട്ടീനെ നിങ്ങൾക്ക് അറിയും എന്നൊക്കെ ചോദിക്കും. കാരണം ഞാൻ അവിടെ യൂണിയൻ ചെയർമാനൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ പറയുന്നത് ഞാനിങ്ങനെ ചോദിക്കും, ഇതെന്തിനാ എല്ലാ ക്ലാസ്സിലെ കുട്ടികളെ എനിക്കറിയാം, ഒന്നില്ല ഞങ്ങൾക്കൊരു ആലോചന ഉണ്ടായിരുന്നു, പറ്റുമെന്ന് അറിയണം. അപ്പൊ ഇപ്പൊ അവിടെ പോയാൽ കാരണം പെൺകുട്ടികൾ they have started demanding something. They have started selecting things. അതുകൊണ്ട് ഇപ്പൊ മാറ്റി ഉദാഹരണം ഞാൻ പറയാം. പണ്ടൊക്കെ പെണ്ണാണാൻ പോകുന്ന സമയത്ത് ഒരുപക്ഷെ ഞങ്ങളുടെ ജനറേഷനൊക്കെ ആയിരിക്കും ലാസ്റ്റ് വന്നിട്ടുണ്ടാവും. അതുവരെയുള്ള ജനറേഷൻ ഇപ്പൊ ഒന്നുമില്ല. അവിടെയുള്ള ജനറേഷന്റെ രസം എന്ന് വെച്ചാൽ പെണ്ണാൻ പോകും, ആണുങ്ങൾ പെൺകുട്ടികളെ കാണാൻ പോയാൽ ആ പുതിയാപ്പിളയും പെണ്ണ് സംസാരിക്കേണ്ട എന്ന് റൂമിലേക്ക് പറഞ്ഞു വിടും. അങ്ങനെ റൂമിലേക്ക് പറഞ്ഞു വിട്ടാൽ ഇവരിങ്ങനെ പേരൊക്കെ ചോദിച്ചു വർത്താനൊക്കെ ചോദിച്ചാൽ പോയ ആണ് ചോദിക്കും, എന്താ നിങ്ങൾ പഠിച്ചത് എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി പാവക്കാല് ചോദിച്ചിട്ട് പറയും 10ാം ക്ലാസ് ആണ്, പിന്നെ അങ്ങനെ കാര്യ വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായില്ല, പഠിക്കാനൊന്നും പറ്റിയില്ല, പക്ഷെ 10 പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും. കുഴപ്പമില്ലാതൊക്കെ പറഞ്ഞ കല്യാണം. ഇപ്പൊ എങ്ങനെ ഇപ്പൊ എല്ലാരും മുന്നേ നിങ്ങൾക്ക് ഒരു വർത്താനം പറയാം, അല്ലെങ്കിൽ അവരോട് നിങ്ങൾ സംസാരിച്ച് തീരുമാനാക്കിയിട്ട് പറയാൻ എന്നിട്ട് വീട്ടിലേക്ക് വരാനൊക്കെ പറയും. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പെണ്ണ് അമ്മയോട് ചോദിക്കാണ്, സമയത്തൊക്കെ ശരി നിങ്ങൾ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? അപ്പൊ പണ്ട് നിങ്ങൾ ചൊറിഞ്ഞ് ഞങ്ങൾ ചൊറിഞ്ഞിട്ട് പറയും, അത് +2 കഴിഞ്ഞു പെട്ടെന്ന് വിസ വന്നു, അതുകൊണ്ട് അങ്ങോട്ട് പോയി. അന്ന് പ്രശ്നമില്ല, പൊന്നുപോലെ നോക്കിക്കോളാം. അപ്പൊ ഇത് ഉൾക്കൊള്ളാൻ ആരും റെഡിയല്ല. എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന ഒരു കാലം എഡ്യൂക്കേഷനിൽ ഇത്ര ചേഞ്ചസ് ഉണ്ടാകുന്ന ഒരു ലോകമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ലോകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ഉണ്ടാകുന്നത് പോലെ പ്രധാനമാണ് ഈ നാട്ടിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന പുരോഗതി. നമുക്ക് പ്രോമിസിംഗ് ആയ ഒരു ലൈഫ് ഉണ്ടാക്കുന്നിടത്ത് പോലും ചലഞ്ച് ഉണ്ടാക്കുന്ന ലോകത്താണ് ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറഞ്ഞാൽ ഇനി എല്ലാം വളരെ ശ്രമകരമായി, വളരെ പോസിറ്റീവായി, പ്രോമിസിംഗ് ആയി, ഫ്യൂച്ചറിസ്റ്റിക് ആയി ചിന്തിക്കുന്നവർക്ക് മാത്രമാണ് ഇനിയുള്ള ഒരു ലോകത്തെ കയ്യിലെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുക. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ ഗെയിം. എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പഠിക്കുന്ന മേഖലയെ നിങ്ങൾ ചെറുതായി കാണരുത്. നമ്മൾ എന്ത് കോഴ്സ് എന്നുള്ള പ്രത്യേകത എന്ത് പഠിച്ചാലും ഏത് കോഴ്സ്, എന്റെ ഒരു കഴിഞ്ഞ 10-15 വർഷക്കാലത്തെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനത്തിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പഠിച്ചതിന് ശേഷം ഇതുവരെയുള്ള ഒരു സമയം വരെയുള്ള ഒരു കാലത്ത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, അതിൽ തന്നെ പ്രധാനമായും 2011 എന്റെ PG കഴിഞ്ഞു, റെഗുലർ PG കഴിഞ്ഞു. ആ PG കഴിഞ്ഞ് പിന്നീട് ഇങ്ങോട്ടുള്ള ഒരു 10 വർഷക്കാലം, ഒരു 12 വർഷക്കാലം, 13 വർഷക്കാലം ഞാൻ നേരിൽ കണ്ട് അനുഭവിച്ചിരുന്നത് ബോധ്യപ്പെട്ടത്, ഒരു കോഴ്സും വലുതുമല്ല, ഒരു കോഴ്സും ചെറുതല്ല.
ഇന്ന കോഴ്സ് ചെയ്താൽ രക്ഷപ്പെടും, ഇന്ന കോഴ്സ് ചെയ്താൽ മോശമാവും, ഒരു സംഗതിയില്ല. ആ രക്ഷപ്പെടും എന്ന് പറഞ്ഞ കോഴ്സ് നടത്തിയ 100 ആള് വെറുതെ നടക്കുന്നത് ഞാൻ കാണിച്ചുതരാം. രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ കോഴ്സ് ചെയ്ത 100 ആള് രക്ഷപ്പെട്ടതും ഞാൻ കാണിച്ചുതരാം. അപ്പൊ പിന്നെ പ്രശ്നം എന്താ? ചെയ്യേണ്ട പോലെ ചെയ്താൽ ഏത് കോഴ്സും നല്ലതാണ്, കഴിയേണ്ട പോലെ കഴിഞ്ഞാൽ ഏത് കോഴ്സും നല്ലതാണ്. B.Ed 1ഉം 2ഉം 1 കൊല്ലമായിരുന്ന സമയത്ത് B.Ed ചെയ്യപ്പോൾ ആളുകൾ പറഞ്ഞു കൊടുത്താണെന്ന് വെച്ചാൽ 1 കൊല്ലം ഇതിന്റെ യാതൊരു ആവശ്യം ഇല്ല, ഇതൊരു 6 മാസം കൊണ്ടൊക്കെ തീർക്കാൻ പറ്റുന്ന സംഗതിയുള്ളൂ. പ്രാക്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ 1 കൊല്ലത്തിന് കഷ്ടിച്ചങ്ങനെ തീർക്കാനേ ഉള്ളൂ. അത് വളരെ സിമ്പിൾ അല്ലേ സ്വർണ്ണം. പിന്നെ 2 കൊല്ലമായിട്ട് ഇപ്പൊ ആൾക്കാർ 2 കൊല്ലാണ്ട് ഒരാവശ്യം ഇതില്ല. എന്താ എത്ര കൂടിയാലും എത്ര കുറഞ്ഞാലും നോ റെലവൻസ്. റെലവൻസ് എന്താണ്? പഠിക്കുന്ന കാലത്ത് നിങ്ങൾ വളരുന്നുണ്ടോ എന്നുള്ളതാണ്. സ്വർണ്ണം നിങ്ങൾക്ക് യോഗ്യത ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ്, നിങ്ങൾ എലിജിബിൾ ആകുന്നുണ്ടോ, നിങ്ങൾ ക്വാളിഫൈഡ് ആകുന്നുണ്ടോ എന്നുള്ളതല്ല. ആർ യു ബിക്കമിങ് എലിജിബിൾ ഇൻ യുവർ കരിയർ? ആർ യു ബിക്കമിങ് കോമ്പിറ്റന്റ് ഇൻ യുവർ കരിയർ? നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് മികവുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടോ? ദാറ്റ്സ് ദ റിയൽ ക്വസ്റ്റ്യൻ. മലയാളത്തിൽ ഒരു കവിതയുണ്ട്, സാധാരണ പറഞ്ഞ എന്റെ കൂടെ പാടും, അപ്പൊ അതൊന്ന് ചൊല്ലിയാൽ മതി. പഠിച്ചു നന്നാവണമെന്ന് വീട്ടുകാർ, പഠിച്ചു നന്നാവണമെന്ന് വീട്ടുകാർ, നന്നായി പഠിക്കണമെന്ന് അധ്യാപകർ, നന്നായി പഠിക്കണമെന്ന് അധ്യാപകർ, ഒരു പാഠം പഠിപ്പിക്കുമെന്ന് ഞാനും, ഒരു പാഠം പഠിപ്പിക്കുമെന്ന് ഞാനും, ഒടുങ്ങിൽ വിരുദിന് ബിരുദം തന്ന് പിടിവിട്ട് പടിയിറങ്ങുമ്പോൾ പഠനം മാത്രം ബാക്കി. എല്ലാം കിട്ടിയിട്ടുണ്ടാവും, നടക്കാത്ത ഒറ്റ സാധനങ്ങൾ ഏതാ? പഠിത്തമൊക്കെ കിട്ടി. എങ്ങനെ ജയിച്ചോ നമുക്ക് തന്നെ അറിയില്ല. സംഗതി ജയിച്ചു. ഈ അത് ശരിക്കും അറിയാവുന്ന ഭൂമിയിൽ ഒരാളെ ആരാന്നറിയാം? അവളെ ഉമ്മ. സർട്ടിഫിക്കറ്റ് വാങ്ങിയത് നീ ജയിച്ച്. ആ ചോദ്യം ലോകത്ത് ചോദിക്കാൻ പറ്റിയ നമ്മൾ അറിയാവുന്ന ഒരേ ഒരാള് ഉമ്മയാണ്. അപ്പൊ നമ്മൾ അത് നിങ്ങൾക്ക് സംശയം പോലെ അല്ല, അങ്ങനെയുള്ളതല്ല. എന്നാലും ഈ ജയിച്ചെന്ന് പറയുമ്പോൾ അടുത്ത ഡയലോഗ്, എന്റെ പ്രാർത്ഥന ഉണ്ട്. ഈയൊക്കെ ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ പ്രാർത്ഥന ഉണ്ട് മാത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് ജയിക്കാൻ ഇങ്ങനെ കുറെ വഴി ഉണ്ട്. പക്ഷെ ജയിച്ചോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ജീവിതത്തിൽ ജയിച്ചോ എന്നുള്ളതാണ്. നമ്മുടെ കരിയറിൽ നമ്മൾ ജയിച്ചോ, നമ്മുടെ യോഗ്യതയിൽ നമ്മൾ ജയിച്ചോ, നമ്മുടെ സ്വപ്നങ്ങളിൽ നമ്മൾ ജയിച്ചോ, നമ്മുടെ പദവികളിൽ നമ്മൾ ജയിച്ചോ? ആ ചോദ്യം ചോദിക്കണമെങ്കിൽ 2 കാര്യം വളരെ പ്രധാനമാണ്. ഒന്ന്, നിങ്ങൾക്ക് കോമ്പിറ്റൻസ് ഉണ്ടാവണം. 2, നിങ്ങൾക്ക് ക്യാരക്ടർ ഉണ്ടാവണം. ഞാൻ പറഞ്ഞ രൂപത്തിൽ ഇനി വരുന്നൊരു കാലത്ത് ഡിഗ്നിറ്റിയും വരുമാനവും അന്തസ്സും കരിയറുമുള്ള വ്യക്തികളാകണമെങ്കിൽ യു നീഡ് 2 കൈൻഡ് ഓഫ് കോമ്പിറ്റൻസ് ഇൻ യുവർ കരിയർ. നമ്പർ 1, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കരിയറിൽ നിന്ന് മെച്ചപ്പെടാൻ, ജീവിതത്തിലും കരിയറിലും മെച്ചപ്പെടണമെങ്കിൽ യു ഷുഡ് ഹാവ് ഹൈയസ്റ്റ് സെൻസ് ഓഫ് കോമ്പിറ്റൻസ് ഇൻ യുവർ കരിയർ, യുവർ ലൈഫ്. കോമ്പിറ്റൻസ് ഉണ്ടാവണം. നമ്മൾ കോമ്പിറ്റന്റ് ആണെന്ന് പറഞ്ഞാൽ എന്താ കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ? there are multiple level of competence. Leadership is a competence. Leadership competence, communication competence, language competence, technological competence. എന്തെല്ലാം കോമ്പിറ്റൻസ് ഉണ്ട്. അങ്ങനെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഭൂമിയിൽ പലതരം മികവുകളും ഉണ്ടാവണം. ആ പലതരം മികവുകളെയും ലൈഫിൽ നേടിയെടുക്കുന്ന, എന്നിട്ട് അതിന് യോഗ്യതയുള്ളവരായി മാറുക എന്നതാണ് പ്രധാനം. BA ഇംഗ്ലീഷ്, MA ഇംഗ്ലീഷ്, B.Ed ഇംഗ്ലീഷ്. എന്നിട്ടോ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കില്ല, ബാക്കി ഏത് ഭാഷയും സംസാരിക്കില്ല. അപ്പൊ ഇങ്ങനെ 7 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പൊ എന്താ പറയുക? സ്പോക്കൺ ഇംഗ്ലീഷിന് പോകണം. ഈ 7 കൊല്ലം MA ഇംഗ്ലീഷും BA ഇംഗ്ലീഷും B.Ed ഇംഗ്ലീഷും ഒക്കെ പഠിച്ചിട്ട് ഇപ്പൊ സ്പോക്കൺ ഇംഗ്ലീഷിന് ചിരിക്കണ്ട. BA അറബിക്ക്, MA അറബിക്ക്, B.Ed അറബിക്ക്. 3 കഴിഞ്ഞിട്ട് എന്താ പ്ലാൻ? കൊമേഴ്സ്യൽ അറബിക്കൊന്ന് പഠിക്കണം, ട്രാൻസ്ലേഷനിൽ ഡിപ്ലോമക്ക് പോകണം, എവിടെയെങ്കിലും ചെന്നിട്ട് PRO വർക്കിനുള്ള ബേസിക് അറബി പഠിക്കണം. അപ്പൊ 7 കൊല്ലം ഏനക്കറെ കണ്ടമാനം B.Edഉം MAയും ഒക്കെ അറബി പഠിച്ച ആൾക്കാരെ കോട്ടക്കലിലും മലപ്പുറത്തും കണ്ണൂരും പോയിട്ട് 3 മാസത്തെ ട്രാൻസ്ലേഷൻ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? അത് പറഞ്ഞിട്ട് കാര്യമില്ല സാർ, യൂണിവേഴ്സിറ്റി അല്ലേ, യൂണിവേഴ്സിറ്റി സിലബസ് പോരാന്നേ. ആ സിലബസ് ഒന്നും നമ്മളൊരു അപ് ടു ഡേറ്റ് അല്ല. അപ്പൊ പിന്നെ യൂണിവേഴ്സിറ്റിയുടെ സിലബസ് അപ് ടു ഡേറ്റ് അല്ല, പിന്നെ പ്രാക്ടിക്കൽ സ്കില്ലില്ല. ഇത് തന്നെയാണ് പ്രശ്നം. B.Ed ഒക്കെ കഴിഞ്ഞു, ആഗ്രഹം ടീച്ചർ ആവലാണ്. ഓരോരുത്തർ പറയുമ്പോൾ നിങ്ങളെ കുറിച്ച് മാത്രം ഉദ്ദേശിച്ചു, നിങ്ങളെ മാത്രം ഉദ്ദേശിച്ചു B.Edനെ പോലെ എല്ലാവരും ആഗ്രഹം
ടീച്ചറാകണം. എന്നിട്ട് B.Ed കഴിഞ്ഞിട്ട് ഇന്റർവ്യൂവിന് പോകും. ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങൾ കിട്ടില്ല, ജോലി കിട്ടാണ്ട് തിരിഞ്ഞു പോകുന്ന സമയത്ത് ഒരു PG ഉണ്ട്, BA ഉണ്ട്, KTech ഉണ്ട്, B.Ed ഉണ്ട്, എന്നിട്ടും എനിക്ക് സെലക്ഷൻ കിട്ടിയില്ല. അവര് നോക്കിയ ഒരൊറ്റ സംഗതിയാണ്, ക്വാളിഫൈഡ് ആണോ ആണ് എന്നാ ഇന്റർവ്യൂവിന് വന്നോട്ടെ. ഇന്റർവ്യൂവിന് വന്നപ്പോ ഒറ്റ സാധനം നോക്കി, സർട്ടിഫിക്കറ്റ് എടുത്ത് നിങ്ങൾ വലിയ ഫയൽ എടുത്ത് പോയി, ഇതാണ് എന്റെ സർട്ടിഫിക്കറ്റ്, അത് അവിടെ തന്നെ വെച്ചോ, അങ്ങനെ മടിയിൽ തന്നെ വെച്ചോ. ഒരാൾ സർട്ടിഫിക്കറ്റ് മറിച്ചു നോക്കിയില്ല. ആകെ നോക്കിയത് can you please introduce yourself, can you play demo in a subject. ഭാരതത്തിൽ നമ്മുടെ ജോലിക്കൊക്കെ പോണ സമയത്ത് ഇന്റർവ്യൂവിനൊക്കെ പോയി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ നോക്കുന്ന ഒരൊറ്റ സംഗതിയാണ്, whether you have having communication competence or not. ആശയവിനിമയം നടത്താൻ പറ്റുമോ, ക്ലാസ്സിൽ നന്നായി സംസാരിക്കാൻ പറ്റുമോ, ഒരു ഡെമോ എടുത്താൽ പേടിയില്ലാതെ വരയില്ലാതെ സംസാരിക്കാൻ പറ്റുമോ, ഇല്ല. അപ്പൊ ഇറങ്ങിയിട്ട് എന്താ പ്രശ്നം, ഒന്നുമില്ല പ്രശ്നം, ക്ലാസ് എടുത്തപ്പോ ഒരു കോൺഫിഡൻസ് ഇല്ല, സംസാരിക്കുന്നിടത്ത് ഒരു ഒഴുക്കില്ല, ധൈര്യമില്ല, സബ്ജക്റ്റിൽ എന്തോ ഒരു പെശകുണ്ട്, കുട്ടികളെ ഡീൽ ചെയ്യുന്നിടത്ത് ക്ലാസ് റൂം മാനേജ്മെന്റ് പോരാ, അതുകൊണ്ട് ജോലി കൊടുക്കാൻ പറ്റില്ല. എന്റെ ചോദ്യം ഇതാണ്, ഒരു കൊല്ലം ഉള്ളത് നീട്ടി 2 കൊല്ലാക്കി. ഈ 2 കൊല്ലാക്കിയിട്ട് കോൺഫിഡൻസ് ഉണ്ടായില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവുക? യെസോ ഇല്ലേ? സത്യം പറഞ്ഞാൽ ഞങ്ങൾ കുറ്റം വിചാരിക്കുന്നത് ഒരു കൊല്ലം തന്നെ ധാരാളം മതി വീഡിയോസ്. അത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം 2 കൊല്ലാക്കി, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ 3 കൊല്ലം ഡിഗ്രി 4 കൊല്ലം ടെൻഷൻ ആണ്ട, എല്ലാവരും ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഡിഗ്രി ഉള്ളത് ഏതായി 4. എന്നാൽ ഇതൊക്കെ ആക്കുന്നത് വലിയ ആലോചനയോട് കൂടിയാണ്. എന്താ ആലോചന? 1 കൊല്ലം കൊണ്ട് പോരാ, കുറച്ചുകൂടി ടീച്ചിങ് പെഡഗോഗിയും കുറച്ചുകൂടി ലേണിംഗ് കോമ്പിറ്റൻസ് ഒക്കെ ഇവർക്ക് ഉണ്ടാവണം, അതുകൊണ്ട് കുറച്ചുകൂടി പ്രാക്ടിക്കൽ എലമെന്റ് വരണം, അതുകൊണ്ട് ഇവരെ കുറച്ചുകൂടി എംപവർ ചെയ്ത് എടുക്കണം എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ആരോ ഒരാൾ പ്ലാൻ ചെയ്യാൻ. പക്ഷെ നടത്തുന്നവർക്ക് പ്ലാനിങ് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഓരോ രാജ്യത്തിലും ഓരോ സ്റ്റേറ്റിന്റെ സിലബസുകാർ എന്താണെന്ന് വെച്ചാൽ ഇതൊരു കൊല്ലം മാത്രം നീട്ടിയിട്ട് സാധനം ഡൈല്യൂട്ട് ചെയ്യും. ഇപ്പൊ എല്ലാ കോളേജുകളും മത്സരിക്കുന്നത് എങ്ങനെ 3 കൊല്ലത്തെ കോഴ്സ് 4 കൊല്ലമായി നീട്ടി നടത്താം എന്നുള്ളതാണ്. പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്ന സാധനം വലിയൊരു ഇൻക്രീസിംഗ് ഇൻ ഇയർ യുവർ കോമ്പിറ്റൻസി മാർക്കിംഗ് ഓൾസോ വിൽ ബി ഇൻക്രീസിംഗ്. നിങ്ങളെ കോമ്പിറ്റൻസി റേഞ്ച് കൂട്ടും. 1 വർഷം കൊണ്ട് കിട്ടേണ്ടത് 2 വർഷമാക്കിയ 2 വർഷം കൊണ്ട് അതിന് ഡബിൾ കിട്ടുന്ന രീതിയിൽ അതിന്റെ കപ്പാസിറ്റിയും അതിന്റെ കോമ്പിറ്റൻസി മാപ്പിംഗ് കൂട്ടും. ആ സാധനം നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്തിൽ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ വളരെ കുറവാണ്. കോമ്പിറ്റൻസി മാപ്പിംഗ് ഇല്ല. സിലബസ് 2 പാഠം കൂട്ടുന്നല്ലാതെ ആ സിലബസ് പഠിച്ചുകൊണ്ട് എന്താ ഗുണം എന്നുള്ളത് അറിയില്ല. ഇപ്പോഴും നമ്മൾ 10ാം ക്ലാസ് മുതൽ PG വരെ പഠിച്ച പല സിലബസിൽ പഠിച്ച വിഷയങ്ങളും എന്തിനാ പഠിച്ചതെന്നുള്ള ഉത്തരം ഇപ്പോഴും നമുക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ അതും നമ്മുടെ ലൈഫായിട്ട് എന്താ റെലവൻസ് അറിയില്ല, കരിയറായിട്ട് എന്താ റെലവൻസ് അറിയില്ല, ജോബുമായിട്ട് എന്താ റെലവൻസ് അറിയില്ല. അപ്പൊ നമ്മളോട് ആരോ ചോദിച്ചാൽ ഇതൊക്കെ എന്തിനാ പഠിച്ചു വെച്ചാൽ PSC ഇല്ലേ, PSC അത് പാസ്സാവണമെങ്കിൽ ഇതേ അത് പറഞ്ഞപ്പോ ഞാനൊരാൾ പറഞ്ഞു, എന്നാ PSC ചോദ്യം ഒഴിവാക്കിയാ പോരെ, എത്ര ആളുടെ ജീവിതം രക്ഷപ്പെടും. ഒരു PSCയിലെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ജീവിതമായിട്ട് ഒരു ബന്ധമില്ലാത്ത കുറെ സമയത്ത് നമ്മൾ എന്തിനാ പഠിക്കുന്നത്? ഇത് മാറാണ്. ഞാൻ നിങ്ങൾക്ക് എഴുതി ഈ എഡ്യൂക്കേഷൻ മേഖലയില്ല ഒരു എളിയ അനുഭവത്തിന്റെ പുറത്ത് പറയട്ടെ, ഇതൊന്നുമല്ല നിങ്ങളുടെ ഫ്യൂച്ചറിനെ നിശ്ചയിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചറിനെ നിശ്ചയിക്കാൻ പോകുന്നത് നിങ്ങൾ കോമ്പിറ്റന്റ് ആണോ അല്ലയോ എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾ കോമ്പിറ്റന്റ് ആണെങ്കിൽ nobody can stop your growth. നിങ്ങളുടെ വളർച്ച ഒരാൾക്കും പൂർത്തി അവസാനിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ ഒരിടത്തും ഇങ്ങനെ സ്റ്റാഗ്നന്റ് ആവില്ല, വെച്ചടി കയറിക്കൊണ്ടിരിക്കും. ഏത് സ്ഥാപനം എടുത്ത് നോക്കിയാൽ അറിയാം, കഴിവും കമ്മ്യൂണിക്കേഷനും കോമ്പിറ്റൻസും ലീഡർഷിപ്പ് കോമ്പിറ്റൻസ് ഉണ്ടെങ്കിൽ, കാര്യങ്ങളെ മാനേജ് ചെയ്യാനുള്ള സിറ്റുവേഷണൽ കോമ്പിറ്റൻസ് ഉണ്ടെങ്കിൽ, ടെക്നോളജി ഉപയോഗിക്കാനുള്ള കോമ്പിറ്റൻസ് ഉണ്ടെങ്കിൽ ഗംഭീരമായി മാറും. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ടീച്ചർ പറയണേ, ലീവ് വേണ്ട ടീച്ചറെ, എന്നൊരു ലെറ്റർ എഴുതി കൊടുക്കണം, അല്ല എന്തെങ്കിലും പെർമിഷൻ വേണം ടീച്ചറെ, ഒരു പെർമിഷൻ എഴുതിത്താം. എന്നിട്ട് നമ്മൾ എഴുതാണ് I ആണോ B ആണോ R ആണോ ഇത് വേണ്ടി വരിക, വേണ്ടല്ലേ മലയാളത്തിലല്ലേ. അടുത്ത പാരഗ്രാഫിൽ എത്തുമ്പോൾ ഇത് ടു ആണോ ഫ്രം ആണോ ഇങ്ങനെയാണോ വേണ്ടത്, ഇതൊക്കെ പറഞ്ഞിട്ട് റിക്വസ്റ്റിന്റെ സ്പെല്ലിങ് തപ്പിയിട്ട് നമ്മൾ മറിക്കണം. ഇതൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇത് വാട്സപ്പിൽ കയറിയിട്ട് അല്ല ഗൂഗിളിൽ കയറിയിട്ട് മെറ്റാന്നോ ChatGPT അടിച്ചാൽ എടാ എനിക്ക് ഒരു ലെറ്റർ ഉണ്ടാക്കി തരുമോ, എന്താ ലെറ്റർ, ടീച്ചറോട് കളത്തണം പറഞ്ഞ് ലീവ് എടുക്കാനാണ്, ഒരു ലീവ് എടുക്കണം, എന്താ സുഖം ചോദിക്കും. അപ്പൊ പറയും പനിയാന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞാൽ 30 ലെറ്റർ ഉണ്ടാക്കി തരും. ഫ്രം ദിസ് ടു ദിസ് വേണ്ട ശ്യാമള ദേവി ടീച്ചറെ പേര് ആരടിച്ചു തരും, ChatGPT അടിച്ചു തരും. ഇത് മൊത്തം വായിച്ചിട്ട് ഒപ്പം ഇവിടെ ഇടണ്ടെന്ന് മുമ്പ് ചോദിക്കപ്പോ അടിയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, സിഗ്നേച്ചർ എന്ന് കാണാം, ഈ അവസാനം അൽഫബറ്റ് കണ്ടാൽ തൊട്ട് മേലെ പോയി ഒപ്പിട്ടോന്നും അതും അവര് പറഞ്ഞു. ഇത്രയും കയ്യിലുണ്ടായിട്ട് ഇപ്പവും കൊടുക്കുന്ന പെർമിഷൻ ലെറ്ററിൽ സ്പെല്ലിംഗ് തെറ്റിക്കുന്ന അവന്റെ കഴിവിനെ കുറിച്ച് ആലോചിച്ചാൽ നമ്മൾ ഈ രാജ്യം മുഴുവൻ സല്യൂട്ട്. ഇത്രയും ടാലന്റ് കയ്യിലുണ്ട്, എന്നിട്ടും എഴുതി കൊടുക്കുന്ന ഒരു പേരിൽ ഒരു പാരഗ്രാഫ് പോലും കൃത്യമായി എഴുതാൻ പറ്റാത്ത ആളുകളുടെ അവസ്ഥ. ഒരു ദിവസം രാവിലെ എണീച്ചിട്ട് ഞാൻ മെറ്റാനോട് ചോദിച്ചു,
ആ ഉടനെ ഒരാൾ ചോദിച്ചു, എനിക്ക് കഴിഞ്ഞ ഒരാഴ്ച കാലത്ത് എന്റെ രാവിലത്തെ 2 മണിക്കൂർ വലിയ പ്രശ്നമാണ്. ഞാൻ ഭയങ്കര ചർച്ചയാണ് മുമ്പിലോട്. അപ്പൊ എന്നോട് ചോദിച്ചു, എന്താണ് മിസ്റ്റർ റഷീദ്, എന്താണ് നിന്റെ പ്രശ്നം? ഉടനെ പറഞ്ഞ ഒന്നുമില്ല, എനിക്കത് പ്രൊഡക്റ്റീവായി മാറുന്നില്ല. അപ്പൊ എന്നോട് ചോദിച്ചു, രാവിലെ എണീച്ചിട്ട് എന്താ ചെയ്യുന്നത്? ഞാൻ ഇങ്ങനെ രാവിലെ എണീച്ച് ആദ്യം ചെയ്യും, പിന്നെ എന്താ പ്രശ്നം എനിക്ക് അതൊക്കെ ചോദിച്ചു. ഞാൻ ഇതിന് ഉത്തരവൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവസാനം പറയുന്നത്, ഞാൻ ഒരു കാര്യം ചെയ്യാം, അടുത്ത 3 ദിവസത്തേക്ക് ഒരു പ്ലാൻഡ് സ്കെഡ്യൂൾ തരാം. ഈ സ്കെഡ്യൂൾ പ്രകാരം ഒന്ന് ചെയ്ത് നോക്കി, ചിലപ്പോൾ അത് ശരിയാവാൻ സാധ്യത. ആരാ പറഞ്ഞിരുന്നത്? AI പറഞ്ഞിരുന്നത്. അപ്പൊ അതിന് മുമ്പ് പറഞ്ഞതിൽ ഏറ്റവും രസമുള്ള സംഗതി, ഒരു 15 മിനിറ്റ് സമയമുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ പലതും ഇങ്ങനെ പ്രോംപ്റ്റ് ചെയ്യാന്നാണ് ഞാൻ പറയാം. നമ്മൾ പ്രോംപ്റ്റ് ചെയ്ത് പലതും ഇങ്ങനെ പറഞ്ഞാൽ ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ട് എനിക്കൊരു ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര എന്നെ പെറ്റായിട്ടുള്ള കുരുത്തക്കെട്ടുള്ള ഒരു മോനുണ്ട്. ആ മോനാണ് എന്റെ 3/4 മണിക്കൂർ ഡെയിലി രാവിലെ അടിച്ചു പോകുന്നത് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഉടനെ അയാൾ പറയാണ് 7:15 മുതൽ 7:30 വരെയുള്ള ടൈമിന്റെ ഷെഡ്യൂളിൽ എഴുതുകയാണ് മൂപ്പര്. ആദ്യമായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ടൈമാണ് ഈ 15 മിനിറ്റ്സ്. എന്റെ മോന്റെ പേരാണ് ആദ്യമായിട്ട് യു ക്യാൻ ഹാവ് എ ചിറ്റ് ചാറ്റ് ആൻഡ് ഫൈറ്റ് ഫോർ 15 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ അടികൂടാനുള്ള ടൈം വരെ ആരും പ്ലാൻ ചെയ്തിട്ടാണ്. This much technology has grown. ഇതെല്ലാം ഇപ്പം യൂണിവേഴ്സിറ്റികളും UGC നടത്തുന്ന വർക്ക്ഷോപ്പ് എന്താ അറിയോ, നിങ്ങൾ നടത്താൻ പോകുന്ന PhD റിസർച്ചിൽ എങ്ങനെ എഫക്റ്റീവ്ലി ChatGPT ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച് റിസർച്ച്. നിങ്ങൾ വിചാരിക്കുക ഇതൊക്കെ തെറ്റല്ലേ? ചില ടീച്ചേഴ്സ് ഒക്കെ ഇപ്പോഴും വിചാരിക്കും അതൊക്കെ നോക്കി എഴുതിയാൽ, ഗൂഗിളിൽ നോക്കി എഴുതിയാൽ. കാലം മാറി. ഇപ്പൊ നോക്കാണ്ട് എഴുതിയാലാണ് പണി കിട്ടാൻ സാധ്യത. കാരണം ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുക. ഇന്ന് ChatGPT how can you effectively utilize for your research എന്നുള്ളതാണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ റിസർച്ച് നിങ്ങളുടെ പബ്ലിക്കേഷൻസിൽ നിങ്ങൾക്ക് എങ്ങനെ ഓൺലൈൻ ടൂൾ ഉപയോഗിക്കാം എന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കയ്യിലുണ്ടായിട്ടും ഇപ്പോഴും 1996 ഒരു അധ്യാപകനെയും പോലെ വെള്ളപ്പേപ്പർ എടുത്തിട്ട് അങ്ങോട്ടോടി ഇങ്ങോട്ടോടി എന്നിട്ട് പറഞ്ഞു ഒരു കത്ത് എഴുതി തരുവാടാ എന്ന് ചോദിച്ചിട്ട് തലകുനിച്ചു പോകുന്ന ആളുകളുടെ കോമ്പിറ്റൻസുകളൊന്നും ആലോചിച്ചു. പ്രശ്നം നമ്മള് കാലത്തിനൊത്ത് വളർന്നില്ല എന്നുള്ളതാണ്. കാലത്തിന്റെ സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. നമുക്ക് അവസരങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കുട്ടികളോട് ടീച്ചേഴ്സ് ക്ലാസ്സിൽ നിങ്ങൾ നേരിടാൻ പോകുന്ന ടീച്ചേഴ്സ് ക്ലാസ്സിൽ പോകുമ്പോൾ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന സംഗതി അറിയാം. സ്റ്റുഡൻസ് വിൽ റൈസ് അപ്പ് ഫോർ എ ക്വസ്റ്റ്യൻ. എന്നിട്ട് ടീച്ചറെ എന്താണ് ഇത്, അമേരിക്കയുടെ പ്രസിഡന്റ് ആരാന്ന് ചോദിക്കും. ടീച്ചർക്ക് ഇത് ജനറൽ നോളജ് പരീക്ഷ കഴിഞ്ഞപ്പോൾ നിർത്തിയതല്ലേ. അപ്പോൾ ടീച്ചർ ഇങ്ങനെ ഭയങ്കര ആലോചിച്ചിട്ട് വരും, അത് ഒരുപാട് പ്രസിഡന്റുമാരുണ്ടായിരുന്നു, അതിങ്ങനെ ഓരോ പ്രസിഡന്റ് വന്നു കഴിഞ്ഞാൽ അടുത്തത് വരും, അതങ്ങനെ എപ്പോഴും ഒരു പ്രസിഡന്റ് അല്ലട്ടോ മോനെ ഉണ്ടാവുക. അപ്പോഴൊക്കെ പറയുമ്പോഴേക്കും കുട്ടി പറയും, ടീച്ചർ ആവില്ല വിട്ടാണ് ഇപ്പോഴുള്ള ജോ ബൈഡൻ. ഇവർ ഉത്തരം ഓൻ ആദ്യം ഉത്തരം അടിച്ചിട്ടാണ് ചോദ്യം ചോദിച്ചത്. നമ്മൾ ഉത്തരം അടിക്കാണ്ടാണ് ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മള് ബന്ധത്തെ അടിക്കുമ്പോൾ ഉത്തരം ഇങ്ങോട്ട് പറയും. ഇപ്പൊ ക്ലാസ് റൂമിലെ പകുതി ചോദ്യവും ഉത്തരം അറിയാനല്ല, ടീച്ചർക്ക് അറിയുമെന്ന് അറിയാനാണ്. ടീച്ചർക്ക് അറിയാനറിയണം. ടീച്ചർക്ക് അറിയാന്നാണ് ചോദിച്ചത്. ജിബ്രീൽ പ്രവാചകനോട് പറഞ്ഞതുപോലെയാണ് സദഖത്ത എന്ന് പറഞ്ഞത്. ഇപ്പൊ ശരി ആണ്, നിങ്ങൾ പറഞ്ഞ റെഡിയാണ്. ഇത് വാലിഡേറ്റ് ചെയ്യലാണ് ആരെ പണി? എല്ലാം ഇങ്ങനെയാണ്. ഇത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ എങ്ങനെ നമ്മുടെ സിറ്റുവേഷനിൽ നമ്മളെങ്ങനെ പെരുമാറുക, നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യാം. എന്റെ ജ്യേഷ്ഠന്റെ മോന് മൈസൂരിൽ ഒരു ഫിസിയോതെറാപ്പിക്ക് പഠിക്കുകയാണ്. എന്റെ ജ്യേഷ്ഠൻ സ്കൂൾ വിദ്യാഭ്യാസം ഇല്ലാതെ അങ്ങനത്തെ പ്രാരാബ്ദമുള്ള ഒരു കാലത്ത് ഒരു 4-5 ക്ലാസ് കഴിഞ്ഞപ്പോ ഗൾഫിലേക്ക് വിസയും കിട്ടിയ കാരണന്മാരെ കൊണ്ടുപോയിൽപ്പെട്ട ആളാണ്. അപ്പൊ ആ ജനറേഷനിൽപ്പെട്ടാണ്. അപ്പൊ അവിടെ പോയി പിന്നെ 10-20 കൊല്ലം ഗൾഫിൽ നിന്നും അങ്ങനെയൊക്കെ തിരിച്ചു വന്ന് അവന്റെ മോൻ ഇപ്പൊ ഫിസിയോതെറാപ്പിക്ക് പോകണം. ഒരു ദിവസം പാരന്റ്സ് മീറ്റിംഗ് ഉണ്ടെന്ന് പോയി. അങ്ങനെ മൈസൂരിൽ പോയി ഏട്ടൻ പാരന്റ്സ് മീറ്റിംഗ് കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ചുവല്ല മീറ്റിംഗ് കഴിഞ്ഞ് 4 മണിയായപ്പോൾ ഞാൻ വിളിച്ചിട്ട് ചേട്ടനെ വിളിച്ചു, എന്തായിരുന്നു പാരന്റ്സ് മീറ്റിംഗ്? അപ്പോഴേ പറഞ്ഞു ഭയങ്കര സീരിയസ് ആയ മീറ്റിംഗ് ആയിരുന്നു. എന്തൊക്കെ വിഷയം? അത് അറ്റൻഡൻസിന്റെ വിഷയം പറഞ്ഞിട്ടുണ്ട്, പിന്നെ കുട്ടികളുടെ ഒരു സിലബസ് ചേഞ്ചിന്റെ വിഷയം പറഞ്ഞിട്ടുണ്ട്, പിന്നെ അവർക്ക് പ്രാക്ടിക്കൽ വരാൻ പോവാണ്, പിന്നെ ലീവിന് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹോസ്റ്റലിൽ 1-2 വിഷയം പറ്റും. ഒരു ഭയങ്കര കാര്യമായിട്ട് ഞാൻ ചോദിച്ചു, അവരാരെ സംസാരിച്ചു? പ്രിൻസിപ്പൾ സംസാരിച്ചു, HOD സംസാരിച്ചു, പിന്നെ ഒരു പ്രൊഫസർ സംസാരിച്ചു, സെക്രട്ടറി സംസാരിച്ചു, ചെയർമാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു എല്ലാവരും സംസാരിച്ച ഭാഷ എല്ലാവരും ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. അപ്പൊ എനിക്കിതിന് ഇതൊക്കെ മനസ്സിലായി. ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ചു. ഉടനെ പറഞ്ഞു, സംസാരിക്കുന്ന സാധനം റെക്കോർഡ് ചെയ്തിട്ട് ട്രാൻസ്ലേഷൻ ഇട്ട അപ്പൊ മലയാളം തരും. ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ റെക്കോർഡ് ചെയ്യും. ആ റെക്കോർഡ് ചെയ്ത സാധനം നേരെ ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഇട്ടാൽ ലാപ്പിൽ ഇട്ടാൽ ഉടനെ മലയാളം എല്ലാം മനസ്സിലായി. ഒന്നും മനസ്സിലാവാത്തത് ഇല്ല. ഞാൻ ആകെ അതിശയപ്പെട്ടു. കാരണം ആ ജനറേഷനിലുള്ള ഒരാൾക്ക് ഒരു ഇംഗ്ലീഷിൽ നടക്കുന്ന പാരന്റ്സ് മീറ്റിംഗിലെ പുള്ളി വിടാതെ മനസ്സിലാക്കാൻ ഇന്ന് നാട്ടിൽ സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പൊ ഞാൻ ഉടനെ പറഞ്ഞു, ഇയാട്ടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ വെറുതെ അടക്കണ്ടേ. കാരണം ടെക്നോളജി ഹാസ് ഗ്രോൺ.
നമ്മളെ ചോദ്യം, നമ്മൾ ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ടെക്നോളജി ഡിജിറ്റൽ കോമ്പറ്റൻസ് നമുക്ക് ഇല്ല എന്നാണ് അർത്ഥം. ഡിജിറ്റൽ കോമ്പറ്റൻസ് ഇല്ല. ആ ഡിജിറ്റൽ കോമ്പറ്റൻസ് ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ വളരെ ടെക്നോളജിക്കൽ കോമ്പറ്റൻസ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് കാലഘട്ടത്തിന് പറ്റാവുന്നവരെ മാറുക? ലീഡർഷിപ്പ് കോമ്പറ്റൻസ് ഇല്ലെങ്കിൽ ഒന്നും നമ്മൾ എത്രയോ പരിപാടി നടത്തും. കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പ് മുതൽ എന്തെല്ലാം വീട്ടിന്റെ കാലത്ത് നടത്തിയത്ര പരിപാടി ജീവിതത്തിൽ നടത്തിയിട്ടുണ്ടാവില്ല. എന്നിട്ട് ഒരു സ്ഥാപനത്തിന് ജോലി കയറിയിട്ട് ഒരു ടീച്ചർക്ക് നാച്ചുറൽ ക്ലബിന്റെ ചാർജ് ഏറ്റെടുക്കാൻ പറ്റുമോ? വന്നിട്ടല്ലേ ഉള്ളൂ സാറേ, ഇപ്പൊ പെട്ടെന്ന് നടക്കൂല, അടുത്ത കൊല്ലം വേണമെങ്കിൽ നോക്കാം. അത് ടീച്ചർ ഓർഗനൈസ് ചെയ്യണ്ടേ? അത് പറഞ്ഞിട്ട് കാര്യമില്ല, പരിചയമില്ലല്ലോ, ഇതുവരെ നടത്തിയിട്ടില്ലല്ലോ. അപ്പൊ മനസ്സിൽ പോണില്ല. ഇങ്ങനത്തെ 10 നാച്ചുറൽ ക്ലബിന്റെ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ വീണ്ടും പാസ്സായത്. റിപ്പോർട്ട് മറ്റാളാണല്ലോ ഉണ്ടാക്കിയതല്ലേ, അത് കൗണ്ടറിൽ കൊടുത്ത് വാങ്ങിയതല്ലേ. അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ അല്ലേ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മളുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഈ അവസരങ്ങളൊന്നും ആരും ഉപയോഗിച്ചില്ല, നമ്മൾ ഉപയോഗിച്ചില്ല. നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട് when we were thrown to the market we are completely empty. നമ്മൾ വലിച്ചെറിയപ്പെട്ടപ്പോ നമ്മൾ അനാഥമാണ്. നമുക്ക് ഇതൊക്കെ കയ്യിലുണ്ടായിരുന്ന സമയത്ത് ഇതൊക്കെ ഉപയോഗിക്കാമായിരുന്നു. പ്രിയപ്പെട്ടവർ, എനിക്ക് പറയുന്നതാണ് കോമ്പിറ്റൻസ്. നിങ്ങൾ ഏത് കാലത്തെ സാഹചര്യങ്ങളെ മറികടക്കാനും പറ്റുന്ന രീതിയിൽ മികവുള്ള, യോഗ്യതയുള്ള, അർഹതയുള്ള, കഴിവുള്ള ആളുകളായി മാറാൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ പരിശ്രമം നിങ്ങളുടെ ഉള്ളിൽ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ഒരു ജ്വാലയായി, ഒരു എനർജിയായി, ഒരു സ്പാർക്കായി, ഒരു ഇൻസ്പിറേഷനായി ഉള്ളിൽ കിടന്ന് ഇങ്ങനെ സജീവമാക്കുക. Then you will grow and you will learn everything which you need. ഏത് സാധ്യതകൾ വേണമെങ്കിലും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റാവുന്ന പുതിയ ലോകത്ത്, പുതിയ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ നേടിയെടുക്കാൻ പറ്റും. അങ്ങനെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. വലിയ നഷ്ടമൊന്നുമില്ല, വേറെന്ന് വിചാരിച്ചാൽ മതി. ഇപ്പൊ എന്റെ ഉള്ളിൽ ആകെയുള്ള ചലഞ്ച് തരങ്ങൾ, ഞാനിങ്ങനെ നിങ്ങളോട് മോട്ടിവേറ്റ് ചെയ്യുന്ന പോലെ വീട്ടിൽ നിന്ന് എന്റെ മോട്ടിവേഷൻ വീട്ടുകാർക്ക് വെക്കുമല്ലോ. കാരണം നാട്ടുകാരൊക്കെ ഓൺലൈൻ ഇപ്പൊ യൂട്യൂബിലാണ് പോണത്. ഇതൊക്കെ പറഞ്ഞാൽ എന്റെ വീട്ടുകാരടക്കം എല്ലാവരും കാണും. അപ്പൊ ഇതൊരു ഓപ്പൺ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്, എല്ലാവർക്കും എല്ലാം കേൾക്കാം. അപ്പൊ എന്റെ ക്ലാസ്സുകളും എന്റെ സംസാരങ്ങളൊക്കെ വീട്ടിലുള്ള ആൾക്കാരെ കേട്ടിട്ട് ഓരോരുത്തർ ഓരോ രീതിയിൽ ഇങ്ങനെ മാറുമ്പോൾ ഒരു ദിവസം എന്റെ വൈഫ് പറയണം, ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് എന്റെ ഭാര്യയുടെ യോഗ്യത +2 ആണ്, നോക്കി കിട്ടിയതാണ്. കാരണം വല്ലാത്ത യോഗ്യത ഉണ്ടെങ്കിൽ വെറുതെ ഇടങ്ങാറായി പോണ്ട. നമ്മളിങ്ങനെ സോഷ്യൽ മേഖലയിൽ ഓടി നടക്കുമ്പോൾ മൂപ്പരിങ്ങനെ വല്ലാത്ത വിദ്യാഭ്യാസം ഉണ്ടായ പിന്നെ ഞങ്ങൾക്ക് രണ്ടാക്കും ടൈമില്ലെങ്കിൽ ഒരാളും ഉണ്ടാവില്ല. കാര്യം നോക്കാൻ നമുക്ക് തേടി പിടിച്ച് +2 മാത്രം യോഗ്യത ഉള്ള ഒരാളെ കല്യാണം കഴിച്ചത്. പക്ഷെ ഞാനിങ്ങനെ പോയി എന്റെ കൂടെ ഒക്കെ കൊണ്ടുപോയി എന്റെ ക്ലാസ്സൊക്കെ പലയിടത്ത് കേട്ടപ്പോൾ ഒരു ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞു, ഒന്നിനും വേണ്ടിയിട്ടില്ല, ജോലിക്ക് പോകുന്നില്ല, ബട്ട് ഐ വാണ്ടഡ് ടു ഡു ഡിഗ്രി. എനിക്ക് ഡിഗ്രി ഒന്ന് ചെയ്യണം. പറഞ്ഞ ശരിക്കും നമ്മളിങ്ങനെ നാട്ടുകാരൊക്കെ പോയി ഡിഗ്രി എന്ന് പറഞ്ഞ മോശം. അപ്പൊ പറഞ്ഞു ഇവിടെ ചേരാൻ പറഞ്ഞു. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രിക്ക് ചേർന്നു. ഡിഗ്രിക്ക് ചേർന്ന് കക്ഷി ഡിഗ്രി പാസ്സായി. ഡിഗ്രി പാസ്സായപ്പോൾ എന്നോട് പറഞ്ഞു, ഒന്നിനും വേണ്ടിയിട്ടില്ല, പക്ഷെ ഐ വാണ്ട് ടു ഡു PG. അപ്പൊ എനിക്ക് PG, അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് റൂട്ട് അത്ര ശരി അല്ല. അപ്പൊ ഉടനെ PG എന്ന് പറഞ്ഞു. PGക്ക് ഭാരതീയ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. PGയും ആള് കംപ്ലീറ്റ് ചെയ്തു. PG കംപ്ലീറ്റ് ചെയ്തപ്പോ എന്നോട് ഒരു ദിവസം ചോദിക്കാണ്, ഏതായാലും ഞാൻ വെറുതെ ഇരിക്കല്ലോ, ഒരു PGയും കൂടെ ചെയ്യട്ടെ. അപ്പൊ PG ഏതാ ചെയ്തത്? സൈക്കോളജി ചെയ്യട്ടെ. അപ്പോൾ സൈക്കോളജി ചെയ്യാന്നുള്ള കുറച്ച് കടുത്ത കൈയാണ്. കാരണം ഇതുവരെ ചെയ്തതൊന്നും എനിക്ക് ഉപദ്രവില്ല, ഇംഗ്ലീഷാണ് പഠിച്ചത്. ഇനി സൈക്കോളജി പഠിച്ചാൽ പിന്നെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞാൽ ലാസ്റ്റ് സൈക്കോളജി ആർക്ക് ചെയ്യണം. അങ്ങനെ സൈക്കോളജി MSc സൈക്കോളജി ചെയ്തു. രജിസ്റ്റർ പറയുന്നത് ഇതൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം, ഉപകാരമില്ലാതെ, അതുകൊണ്ട് B.Ed കൂടെ ചെയ്യണം. B.Ed ആള് ചെയ്തു. അപ്പൊ ചോദ്യം എന്നോട് ഒരു ദിവസം വന്നിട്ട് ചോദിക്കാണ്, എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ഞാൻ വർക്ക് ചെയ്യാതെ വീട്ടിൽ നിന്നിട്ട് എന്ത് കാര്യം ആണ്? ആള് ജോലിക്ക് പോയി, പഠിപ്പിക്കാൻ പോയി, അങ്ങനെ ഒരു സ്ഥാപനത്തിൽ അക്കാഡമിക് കോർഡിനേറ്ററായി അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊന്നും അല്ല എന്റെ പ്രശ്നം. കഴിഞ്ഞ ദിവസം ഞാൻ 3 മാസം മുമ്പ് ഡോക്ടറായിട്ട് 3 മാസം കുറച്ച് ദിവസം രണ്ടാഴ്ച മുമ്പ് എന്റെ ഭാര്യ പറയുന്നത്, ഇനി എനിക്ക് ഒരൊറ്റ ഡ്രീമേ ബാക്കിയുള്ളൂ, അപ്പൊ ഉടനെ പറഞ്ഞു, പഠിച്ചോനെ ഇതിനപ്പുറത്ത് വേറൊരു കോഴ്സും ഇല്ലല്ലോ, ഇത് ഞാനിതൊക്കെ ചെയ്തിട്ട് അപ്പുറത്തേക്ക് ചാടണമെങ്കിൽ എനിക്കൊരു കോഴ്സും മുന്നിലില്ല. ഇത് ആകെ കൂടെ ഒരു വല്ലാത്തൊരു ചലഞ്ചിങ് ഒരു പാത്തിലാണല്ലോ ആള് വരുന്നത്. This is how the world is evolving. You cannot stop anyone growing. ഒരാൾ വളരുന്നത് നിങ്ങൾക്ക് തടയാൻ കഴിയില്ല. Everybody has their own dream. അവരവരുടെ സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള കാലത്തോടെ നിങ്ങൾ എന്തിനാ പഠിക്കുന്നത്? നിങ്ങൾ എവിടെ എത്തട്ടെ, നിങ്ങളുടെ ഡ്രീമിനെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യൂല എന്നുള്ളത്. ഇപ്പൊ ഞാൻ നേരെ തിരിച്ചു പറയും, നിങ്ങളോടായിട്ട് പറഞ്ഞോ, കക്ഷിയോടെ പറഞ്ഞു, ഞാനൊരാൾ മോട്ടിവേറ്റ് ചെയ്തത് കൊണ്ടല്ലേ ഡിഗ്രി പാസ്സായത്, PG പാസ്സായത്, B.Ed പാസ്സായത്, ഇപ്പൊ നീ ഇവിടെ വരെ എത്തിയതെന്നൊക്കെ പറയുമ്പോ എന്റെ കൂടെ ജീവിക്കട്ടെ. അപ്പൊ ഉടനെ പോലും ശരിയാണ്, എന്റെ മൈ മോട്ടിവേഷൻ ഈസ് മൈ ഹസ്ബൻഡ് ഒക്കെ തൽക്കാലത്തേക്ക് പറയുമ്പോൾ സത്യത്തിൽ കക്ഷി സ്വന്തം മോട്ടിവേറ്റഡ് ആയി ചെയ്തതാണ്. എല്ലാവർക്കും ആവാം. പക്ഷെ എന്റെ ബോധ്യം ഇതാണ്, നിങ്ങൾ കോമ്പിറ്റന്റ് ആവുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ കുറിച്ചു വെക്കാൻ നിങ്ങൾക്ക് കഴിയണം. ആ കോമ്പിറ്റന്റ് ആകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. അത് നിങ്ങൾക്കൊരു ചലഞ്ചായി മാറും. ആ സാഹചര്യത്തിൽ നിങ്ങൾ ഗ്രോ ചെയ്യും. ആ ഗ്രോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കപ്പാസിറ്റിയിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങൾ വിചാരിച്ചതിനേക്കാളും വലിയ ഉയരത്തിലേക്ക് പോകാൻ പറ്റും.
പോകണമെങ്കിൽ നിങ്ങൾ ഈ കോമ്പിറ്റന്റ് ആവുക എന്നതിൽ പ്രിയപ്പെട്ടവരെ കോംപ്രമൈസ് ചെയ്യരുത് എന്നതാണ് എനിക്ക് സൂചിപ്പിക്കേണ്ടത്. And the last point which I want to tell you that the capacity of character, നല്ല വ്യക്തിത്വം ഉണ്ടാവുക, കഴിവുണ്ടാവുക എന്നതുപോലെ പ്രധാനമാണ്. ഇനിയുള്ള കാലത്ത് കോമ്പിറ്റന്റ് ആയ മനുഷ്യർക്ക് ക്യാരക്ടർ കൂടി ഉണ്ടാവുക എന്ന് പറയുന്നത്. അത് നിങ്ങൾ ചോദിക്കും, അതിന് പണിയായിട്ട് ബന്ധമുള്ളൂ? പണിയായിട്ട് ബന്ധമൊന്നുമില്ല. കാരണം പണി എപ്പോൾ ഉണ്ടാവണമെങ്കിൽ അത് വളരെ പ്രധാനമാണ്. ചില ജോലി കിട്ടാൻ ക്യാരക്ടർ വേണ്ട, ജോലിയിൽ നിൽക്കണമെങ്കിൽ ക്യാരക്ടർ വേണം. എത്ര ആളാണ്? ചില ആൾക്കാരെ സി വി നോക്കിയാൽ അറിയാം, 2010 to 11 ഒരു സ്ഥാപനം, 11 to 12 വേറെ സ്ഥാപനം, 12 to 11 കൊല്ലത്തിൽ സിലബസ് മാറുന്ന പോലെ 30 സ്ഥാപനം മാറും. ഞാൻ ചോദിക്കും, ഇതെന്തിന് നിങ്ങൾ ഇങ്ങനെ മാറിയത്? അത് നമുക്ക് യോജിക്കണ്ടേ സാറേ? അതുകൊണ്ടല്ലേ നമ്മൾ പുതിയ സ്ഥലത്തേക്ക് വന്നത്. പിന്നെ ചേഞ്ച് എപ്പോഴും ഏത് മനുഷ്യനായാലും ആഗ്രഹിക്കൂലേ? അപ്പൊ ഞാൻ അവിടെ അവരോട് പറയും, അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നാലും ഒരു കൊല്ലം ഞങ്ങൾ അടുത്ത ചേഞ്ച് ആഗ്രഹിക്കും. എന്നോട് ഒരാൾ പറഞ്ഞ സ്ഥാനത്ത്, സാർ ഞാൻ ആലോചിച്ച് നോക്കുമ്പോ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നമ്മളെ പറഞ്ഞു വിട്ടാലും ഒരു 30 കൊല്ലം നമ്മൾ പണിയെടുത്താൽ ആകെപ്പാട് ഒരു 30 സ്കൂളല്ലേ നമുക്ക് വേണ്ടു. അതിങ്ങനെ മാറി മാറി പോകാൻ പറ്റും. But that will never let you grow in your career. That will never give you dignity in your career. That will never give you a kind of a positive progressive heights in your career. കിട്ടില്ല. നേരെ കുറച്ചൊരാളെ സി വി കാണുമ്പോൾ തോന്നാണ്, 8 കൊല്ലം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തു. Started as a teacher, then as a coordinator, then as an assistant head, then as a head of the department or the section, then again as a principal. ഈ ഗ്രോത്ത് ഒരാളെ കണ്ടാൽ എന്താ പറയാ? ഇവരെ കിട്ടിയാൽ നല്ലതാണ്. ഇവർ 15 അല്ല 20 അല്ല 50 അല്ല 60 വെച്ചാലും കൊടുക്കണം. കാരണം ഇവരിൽ കപ്പാസിറ്റി ഉണ്ട്. അതാണ് ക്യാരക്ടർ. വ്യക്തിത്വമുള്ളവർക്കേ അതിജീവിക്കാൻ കഴിയുള്ളൂ. ക്യാരക്ടർ ഉണ്ടാവണമെങ്കിൽ ഭയങ്കര മെനക്കെടാണ്. ക്യാരക്ടർ ഉണ്ടാവണമെങ്കിൽ അത്ര എളുപ്പത്തിലൊന്നും നടക്കില്ല. കാരണം ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളാണ്, നമ്മുടെ മൂല്യമാണ്, നമ്മുടെ സംസ്കാരമാണ്. ക്യാരക്ടർ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് അർത്ഥത്തിൽ നിലവാരത്തോടെ വളരാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ സമയത്തിൽ ഇതൊന്നും നമുക്ക് ഒരു ഗുണപരമായ ഒരു മൂല്യത്തിലേക്ക് എത്തില്ല. അധ്യാപകരെ, കുട്ടികളെ, മുതിർന്നവരെ, ചെറിയവരെ, പ്രായമുള്ളവരെ, രക്ഷിതാക്കളെ, മക്കളെ, ഇതൊക്കെ ഒരു വാല്യൂ സിസ്റ്റത്തിൽ ഓടുന്ന ഒരു സംഗതിയാണ്. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ മീൻസ് who we are when nobody is watching. ആരും നോക്കാനില്ലാത്തപ്പോഴുള്ള നമ്മളാണ് ക്യാരക്ടർ. പേഴ്സണാലിറ്റി മീൻസ് who we are when everybody is watching. എല്ലാവരും നോക്കുമ്പോഴുള്ള നമ്മളാണ് പേഴ്സണാലിറ്റി. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നത് ഏതാ? പേഴ്സണാലിറ്റി. കാരണം വേറെ വഴിയില്ലല്ലോ, പോകാൻ പറ്റൂല. നിങ്ങൾ നിർത്തുന്നില്ല, നിർത്താതെയൊക്കെ പോകാനും പറ്റൂല. പിന്നെന്താ ചെയ്യാൻ? നിർത്താനല്ലേ പോകാൻ പറ്റും. അത് പേഴ്സണാലിറ്റിയാണ്. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആരും ഇല്ലാത്ത ക്ലാസ്സിലെ കുട്ടികളെ കണ്ടാൽ അറിയാം എന്ത് നല്ല സ്വഭാവമാണ് ആ ക്ലാസ്സിലെ കുട്ടികൾക്ക്. അതെന്താ? അത് ടീച്ചർ വന്ന ക്ലാസ് എടുക്കുമ്പോ ആരാ മിണ്ടണത് എന്നുള്ളതാണ് ടീച്ചർ 3 മണിക്കൂർ നോക്കിയത്. ടീച്ചർ ഇല്ലാത്തപ്പോ ആരാ മിണ്ടാത്തതെന്നാണ് സിസ്റ്റം നോക്കണം. എല്ലാവരും പ്രശ്നമാണ്. എല്ലാവരുടെ ഒറിജിനൽ സ്വഭാവം വരണമെങ്കിൽ ആരും ഇല്ലാതിരിക്കാം. അധ്യാപകരായ പലരോടും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഗുഡ് മോർണിംഗും താങ്ക് യു ഒക്കെ പറഞ്ഞോ കേട്ടോ കുഴപ്പമൊന്നുമില്ല. ആര് ഗുഡ് മോർണിംഗ് പറഞ്ഞാലും പോണ സമയത്ത് തിരിഞ്ഞു നോക്കരുത്. തിരിഞ്ഞു നോക്കിയാൽ ഒറിജിനൽ ഗുഡ് മോർണിംഗ് നിങ്ങൾ കാണുന്നു. കാരണം വെച്ചാൽ ഓന ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ആക്ഷൻ കാണിക്കും. ആക്ഷൻ കണ്ടാൽ പിന്നെ നിങ്ങൾ സ്കൂളിൽ പോരാ. ഒറിജിനൽ സാധനമാണ് രണ്ടാമത് കണ്ടതാണ്. അതാണ് പണ്ട് തമാശക്ക് ടിൻഡു കൊണ്ട് തമാശ പറയാറുണ്ട്. ഒരിക്കൽ മാത്സിന്റെ മാഷ ടീച്ചറെ വീട്ടിലേക്ക് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ടീച്ചറെ ഫോൺ ടീച്ചറുടെ മാഷുണ്ട് അവിടെ ചോദിച്ചു. ഉടനെ പറയാം, എന്നടാ മാഷ് മരണപ്പെട്ടു എന്നുള്ള വാർത്ത ഞാൻ അറിയില്ലെന്ന് ചോദിച്ചു. ആണോ, മാഷ് മരിച്ചോന്ന് വെച്ചിട്ട് ഫോൺ കട്ട് ചെയ്ത് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചു. ടീച്ചറെ ഫോൺ എടുത്തു. ടീച്ചറെ എന്റെ മാഷ അവിടെ ചോദിച്ചു. ഇല്ലടാ മാഷ് മരിച്ചില്ല എന്നാണ് കട്ട് ചെയ്ത്. മൂന്നാമതൊരു 10 മിനിറ്റ് വീണ്ടും വിളിച്ചു ചോദിച്ചു, ടീച്ചറെ മാഷ് നിന്നെ ഇല്ല നേരത്തെ വിളിച്ചത്? നീയല്ലേ നേരത്തെ വിളിച്ചത്? അതെ. നിന്നോടല്ലേ നേരത്തെ പറഞ്ഞ മാഷ് മരിച്ചു, പിന്നെ വിളിക്കണം വെച്ചു. ഇല്ലാതെ കട്ട് ചെയ്തു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ പിന്നെയും വിളിച്ചപ്പോ ഇവരെ ശബ്ദം കട പറഞ്ഞു, ഏറ്റു ഫോണുണ്ടോ നീ കുറെ നേരമായി ഇങ്ങനെ ചോദിക്കണത്. അപ്പൊ ഉടനെ പറഞ്ഞു, ഒന്നുമില്ല ടീച്ചറെ, മാഷ് മരിച്ചു എന്ന് കേൾക്കുമ്പോ ഒരു സന്തോഷം. മാഷിന് വരൂലെന്ന് അറിയുമ്പോൾ മനസ്സിലൊരു കാരണം വരൂലെന്നുള്ളത് ഉറപ്പ് കേൾക്കുമ്പോഴാണ് ആ സുഖം ഇങ്ങനെ കൂടുന്നത്. Absence is becoming so enjoyable in these days. ഒരാൾ ഉണ്ടാകുന്നതല്ല സന്തോഷം, ഒരാൾ വരാതിരിക്കുന്നത്. ടീച്ചർ വന്നു എന്ന് പറഞ്ഞ് കൈകൊണ്ട് കാണിച്ചൊരു കാലം ഉണ്ടായിരുന്നു KG-യിൽ, LKG, UKG പഠിക്കുന്ന ആളുകൾ. ഇപ്പൊ ടീച്ചർ വരില്ല എന്ന് പറഞ്ഞാലാണ് കൈകൊണ്ട് ഇങ്ങനെ ആവേശത്തോടെ ശബ്ദം ഉണ്ടാക്കുന്നത്. കാരണം ആബ്സെൻസ് is more enjoyable than presence. Yes or no? നിങ്ങൾ അങ്ങനത്തെ ഒരു ടീച്ചറായിട്ട് എന്തായിരുന്നു? നമ്മളില്ലാത്ത ദിവസം കുട്ടികൾ ചോദിക്കണം, എന്താ ടീച്ചർ വരാത്തത്? ആ ടീച്ചർ ഇല്ലെങ്കിൽ ഒരു സുഖമില്ല, ആ ടീച്ചറിന്റെ ക്ലാസ്സിന് രസമില്ല, ആ ടീച്ചർ ഇല്ലെങ്കിൽ ഒരു പോകാനേ മൂടില്ല എന്ന് പറയാൻ പറ്റണം. ആ മ്യൂസിക്കിന്റെ ടീച്ചറില്ല, PT മാസ്റ്റർ പാടെടുക്കൂലെന്ന് ഉറപ്പുള്ള ഏതോ ഒരു ടീച്ചർ. നിങ്ങൾ നിങ്ങളുടെ കഴിവ് കൊണ്ട് യോഗ്യത കൊണ്ട് ആ ടീച്ചർ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായി മാറിയാൽ
ദാറ്റ്സ് യുവർ ക്യാരക്ടർ. യെസ് ഓർ നോ? സ്ഥാപനത്തിലെ ആളുകൾ പറയണം ഞങ്ങൾക്കൊരു ടീച്ചർ ഉണ്ട്, ആ ടീച്ചർ ഉണ്ടല്ലോ അതൊരു മുതലാണ്, അതൊരു സംഭവമാണ്. അത് പറയിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല വ്യക്തിത്വവും അത് പറയിപ്പിക്കാൻ പറ്റുന്ന നല്ല മികവും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കരിയറിൽ ഇഷ്ടം പോലെ സ്വപ്നം ഇനിയും നേടിയെടുക്കാനുണ്ട്. അവസരങ്ങൾ അനവധി നിരവധി ഓപ്പർച്യൂണിറ്റീസ് ആർ there in your life ahead. And only the thing is that whether you are matching yourself to be competent and whether you are training, tuning yourself to be a character oriented person. നല്ല വ്യക്തിത്വവും നല്ല മികവും ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? You will rock like anything. നിങ്ങൾ ഏറ്റവും ഗംഭീരമായി ജീവിതമുണ്ടോ? ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് സെലഫിയിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങുമ്പോഴേക്ക് നിങ്ങൾ മനസ്സുകൊണ്ട് കാണേണ്ടത്, നിങ്ങൾ അധ്യാപകരോട് മാനേജ്മെന്റ് ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ കോമ്പിറ്റന്റ് ആക്കൂ, അതിന് ശ്രമിച്ചാൽ മതി. കോഴ്സൊക്കെ ഞങ്ങൾ ജയിച്ചോളൂ. കാരണം എന്താ, എത്ര കുട്ടികളെ പനി പിടിച്ചിട്ട് ക്ലാസ്സിൽ വരാത്തത്, എത്ര കുട്ടികളെ മടി പിടിച്ചിട്ട് ക്ലാസ്സിൽ വരാത്തത്. എല്ലാ ദിവസം വന്നാളും ജയിച്ചു പോലും ജയിച്ചു. പരീക്ഷയ്ക്ക് ജയിക്കാനൊക്കെ വേറെ കുറെ വഴി ഉണ്ട്, അതൊക്കെ നമ്മൾ ജയിക്കും. അതിന് യാതൊരു പ്രശ്നമല്ല. അതിനൊക്കെ മാസ്റ്റർ ബിരുദെടുത്ത ആൾക്കാരാണ് നമ്മള്. പരീക്ഷ വന്നാൽ മതി, ഞങ്ങൾ നേരിടും. ചോദ്യം ചോദിക്കരുത്, കാരണം അത് ഒറ്റക്ക് തന്നെ നേരിടണം. മറ്റുള്ളവർ ഞങ്ങളൊരു ടീമായിട്ട് നേരിട്ടു. അതുകൊണ്ടാണ് വൈവ നോ 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 ആ സംഭവം പാടില്ല. എഴുത്ത് എത്ര വേണേലും തന്നോ, കാരണം വൈവ സാർ അത് ഒറ്റക്ക് നേരിടണം. മറ്റേ ഞങ്ങളത് നേരിട്ടു. അതിന് ഒരുപാട് കാലത്തെ പഴക്കം ഞങ്ങൾക്കുണ്ട്. ഇങ്ങനെ പരീക്ഷ എഴുതി ജയിക്കുന്നവരാണ്. അതിന് വലിയ പ്രശ്നമൊന്നുമില്ല. ജീവിതമാകുന്ന പരീക്ഷയിൽ ജയിക്കണമെങ്കിൽ ഈ മികവും വ്യക്തിത്വവും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കരിയറിനെ, നിങ്ങളുടെ ജീവിതത്തെ, സ്വപ്നത്തെ, നിങ്ങളുടെ ലക്ഷ്യത്തെ ആ രീതിയിൽ വളരെ ഗംഭീരമായി വളർത്തുകയും ഈ സ്ഥാപനത്തിൽ കിട്ടുന്ന അവസരങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തി നാളെ നിങ്ങൾ എവിടെ എത്തിപ്പെടുമ്പോഴും നിങ്ങൾ ഈ സമൂഹത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന, ഈ സമൂഹത്തിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഐക്കണിക്കായ സെലിബ്രേറ്റഡ് ആയ മോഡൽസായി നിങ്ങൾക്ക് മാറാൻ കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആ രീതിയിൽ വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മനസ്സുകൊണ്ട് കൊതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇത്രയധികം സമയം ഞാൻ അന്വേഷിച്ച എത്ര മണിക്കാണ് നിങ്ങളുടെ ക്ലാസ്സൊക്കെ വിടാനുള്ളത്. എന്നോട് പറഞ്ഞു ഞങ്ങൾ 3:15 വിടാറുണ്ട്, 3:30 വിടാറുണ്ട്, 4 മണിക്ക് വിടാറുണ്ട്. പിന്നെ ഓല് പോണവരെ നമുക്ക് പ്രശ്നമൊന്നും ഇല്ലാന്ന്. നിങ്ങളെ മുഖത്ത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആരും വാച്ച് നോക്കാത്തതുകൊണ്ടാണ് ഞാൻ 2 വട്ടം നോക്കി വാച്ച് നിങ്ങൾ നോക്കട്ടെ എന്ന് വിചാരിച്ചത്. നിങ്ങൾ വാച്ച് നോക്കാത്തതുകൊണ്ട് ധൈര്യത്തിലാണ് ഞാൻ 4 മണി വരെ പിടിച്ചത്. ഏതായാലും ഇത്രയധികം സമയം അല്ല നിങ്ങളെ പോലത്തെ കുട്ടികളെ കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് നാളത്തെ ടീച്ചേഴ്സ്, ഇതുപോലത്തെ കുട്ടികൾ നിങ്ങൾക്ക് ടീച്ചറാവുമ്പോൾ കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് അത്. അപ്പൊ അങ്ങനെയുള്ള നല്ല മികച്ച കേൾവിക്ക് നിങ്ങളുടെ പങ്കാളിത്തത്തിന് എല്ലാവിധ സന്തോഷവും നന്ദിയും പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ ഈ റിട്ടയർമെന്റിന് ശേഷവും ഇവരുടെയൊക്കെ പ്രായവും സാഹചര്യങ്ങളൊക്കെ വകവെക്കാതെ ഈ സ്ഥാപനത്തിന് സംവിധാനത്തിന് വേണ്ടി നടത്തുന്ന ഈ ത്യാഗപൂർണമായ ഇടപെടലുകൾ ദൈവം സ്വീകരിക്കട്ടെ എന്നാണ് മാത്രമേ ആഗ്രഹിച്ചുകൊണ്ട് സെലഫിയ സ്ഥാപനങ്ങളുടെ ഈ മഹത്തായ പരിശ്രമത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഇത്രയധികം സമയം 4:05 ഇത്രയും സമയം നിങ്ങൾ എന്നെ സ്നേഹപൂർവ്വം കേട്ട നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ PG ബാച്ച് ഗംഭീരമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥ ആഗ്രഹിച്ചുകൊണ്ട് കുറച്ച് സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ വാക്കുകൾ. To express our gratitude and appreciation, we would like to present a token of our respect. May I kindly request Dr. Rashid Ghazali sir to receive this honor as a gesture of our heartfelt thanks, and I also request our beloved Sri N. Hamza Master to hand over this memento. Here is a moment of honor. Respected Dr. Rashid Ghazali sir, this small token is just a representation of the deep appreciation we hold in our hearts. Thank you for your unwavering dedication and impact you have made. We are truly honored to have you here with us today. Now, it's time for our interactive session with the guests. This is your chance to engage directly, ask questions and gain insight from someone like him who has a wealth of knowledge and experience. Let's make this an engaging and fruitful session. Don't be shy. This is your opportunity to learn from us. Sir, as a life coach in education, what are the key skills that aspiring teachers should focus on to be effective in a modern classroom? ഒന്നിച്ച് പറയണ ആൻസർ
Should I expect more question or one after one? Okay. Yeah. So, what are the key skills which a teacher should fine tune in the modern era while managing the classrooms? That's an interesting question. The same things which I personally mentioned to you before, that's communication skills. That's a very, very important thing. And the way to connect with the students in a contextual manner. If I do good at the പല അധ്യാപകരും ഫെയിൽ ആവുന്ന ഘടകം എന്ന് വെച്ചാൽ they cannot connect the text into the context. എല്ലാവരുടെയും പ്രശ്നം പുസ്തകം കാണാതെ പഠിപ്പിക്കും, തിയറി കാണാതെ പഠിപ്പിക്കും, ഇതൊക്കെ പഠിപ്പിക്കും. They cannot relate the text into that context. This is what is called as contextualization. ഒരു അധ്യാപകന് ഏറ്റവും പ്രധാനപ്പെട്ട ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റി കോണ്ടെക്സ്റ്റലൈസേഷൻ ക്വാളിറ്റിയാണ്. പഠിപ്പിക്കാൻ പോകുന്ന ഒരു സംഗതി ഈ കുട്ടിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എങ്ങനെ കരിയറുമായും ലൈഫുമായും സമൂഹവുമായും ചുറ്റുമുള്ള ലോകമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് കണക്ട് ചെയ്യാനുള്ള ആ ഒരു കോമ്പിറ്റൻസ് ഒരു അധ്യാപകന് ഉണ്ടാവുക. ദാറ്റ് ഈസ് വാട്ട് ഈസ് ടീച്ചിങ് കോമ്പിറ്റൻസ്. അത് ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. കമ്മ്യൂണിക്കേഷൻ ഓഫ് കോഴ്സ് ഐ ഓൾറെഡി മെൻഷൻ യു ആൻഡ് ഓഫ് കോഴ്സ് ഇന്നോവേഷൻ ആൻഡ് ലീഡർഷിപ്പ് സ്കിൽ. പ്രത്യേകിച്ച് പുതിയ കാലത്തെ ഡിജിറ്റൽ ഏജിൽ ഇന്നോവേഷൻ മാറ്റേഴ്സ്. എത്ര പുതുമയോടുകൂടി നിങ്ങൾക്ക് ടീച്ചിങ് മാനേജ് ചെയ്യാൻ പറ്റുമോ ഓരോ അതിനുള്ള കീ റൂൾ ഞാൻ പറയാം. Never and ever give your students a chance to predict who you are and how you are. നിങ്ങൾ എങ്ങനെയാണ് എന്ന് വിലയിരുത്താൻ പ്രവചിക്കാൻ കുട്ടികൾക്ക് അവസരം ഉണ്ടായിരുന്നു. ഈ ടീച്ചർ ഇങ്ങനെയാണ്, നാലാമത്തെ ബെഞ്ചിലെ നാലാമത്തെ കുട്ടിയോട് മാത്രം എല്ലാ ദിവസവും ചോദിക്കുള്ളൂ. അതുകൊണ്ട് ആർക്കാണ് ഉത്തരം അറിയുന്നവര് നാലാമത്തെ ബെഞ്ചിൽ നാലാമത് പോയിരുന്നാൽ ഉത്തരം പറയാം. ആർക്കാണ് അറിയാത്തത് നാലാമത്തെ ബെഞ്ചിൽ നിന്ന് മാറിയിരുന്നാൽ ചോദ്യം വരില്ല. അങ്ങനെ അറിയാതെ എത്രയോ ടീച്ചറുണ്ട്. നോട്ട് ബുക്ക് നോക്കുകയാണെങ്കിൽ മേലെ വെച്ചത് നോക്കും, താഴത്തെ നോക്കും, നടുവിലുള്ളത് ഒരു കാലത്ത് ടീച്ചർ നോക്കിയാൽ പറ്റില്ല. അതുകൊണ്ട് പഠിച്ചവന്റെ ബുക്ക് നീ മേലെ വെക്കും, നന്നായി പഠിച്ചവന്റെ വേറൊന്ന് താഴെ വെക്കും, പഠിക്കാത്തവരൊക്കെ എഴുതാത്തവരും നടുവ് കൊണ്ടേ വെക്കും. ടീച്ചർക്ക് ഇത്ര കാലമായിട്ട് മനസ്സിലായിട്ടില്ല, നടുവിലാണ് എഴുതാത്തവരും മുഴുവൻ. ഇങ്ങനെ ചില കുട്ടികൾ പ്രഡിക്ട് ചെയ്യും. നമ്മൾ ഇങ്ങനെയാണ് യൂണിറ്റ് ടെസ്റ്റ് നടത്തുന്ന എപ്പോഴും പറയും, ബട്ട് ഷീ വിൽ നെവർ കണ്ടക്ട് യൂണിറ്റ് ടെസ്റ്റ്. അങ്ങനെ പ്രഡിക്ട് ചെയ്യപ്പെടാൻ അവസരം ഉണ്ടാക്കിയാൽ യു കനോട്ട് മാനേജ് യുവർ സ്റ്റുഡൻസ്. ടീച്ചർ ഓൾവേസ് ഷുഡ് ബി അൺപ്രഡിക്റ്റബിൾ. ചിലപ്പോൾ ഇങ്ങനെ നടക്കും, ചിലപ്പോൾ അങ്ങനെ നടക്കും, ചിലപ്പോൾ പരീക്ഷ ഇടും, ചിലപ്പോൾ പരീക്ഷ ഇടും, ചിലപ്പോൾ താഴെ നോക്കും, ചിലപ്പോൾ മേലെ നോക്കും, ചിലപ്പോൾ റൈറ്റ്, ചിലപ്പോൾ ലെഫ്റ്റ്, ചിലപ്പോൾ ഫ്രണ്ട്, ചിലപ്പോൾ ബാക്ക്. സോ എവറി ഡേ യു ഷുഡ് മേക്ക് ഇറ്റ് വെരി വെരി ന്യൂ. ക്ലാസ് റൂം ഷുഡ് ബി വെരി ന്യൂ. അങ്ങനെ നിങ്ങൾ ഓരോ ദിവസവും പുതുമയുള്ളതാണെങ്കിൽ you will hit like anything. ഗുഡ് ആഫ്റ്റർനൂൺ സർ. സാർ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു ടെക്നോളജി ഇറയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ടെക്നോളജിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിന് എങ്ങനെ ഒരു പുനർക്രമീകരണം നടത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാകുന്ന മാറ്റങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? Okay, it's a very valid question which is integral in these days. ഇപ്പൊ നമ്മളെ അധ്യാപക മേഖലയിൽ പല ആൾക്കാരും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സാധനമാണ്, മക്കളെ കുറച്ചു കാലം കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ഒന്നും ഉണ്ടാവില്ല, റോബോട്ടുകളാണ് പഠിപ്പിക്കുക, ഒക്കെ റോബോട്ടുകൾ കൈകാര്യം ചെയ്യും, പിന്നെ ടീച്ചേഴ്സിന്റെ ആവശ്യം എന്താണ്? പ്രതീക്ഷയല്ലേ? അങ്ങനെ അവരുതേ എന്നുള്ള പ്രാർത്ഥനയല്ല. പക്ഷെ സത്യത്തിൽ എന്താ വെച്ചാൽ എത്ര ടെക്നോളജി വളർന്നാലും there is a role of a teacher. ടീച്ചറുടെ റോൾ എപ്പോഴും ഉണ്ടാവും, പക്ഷേ ടീച്ചറുടെ റോൾ may not be always same. ടീച്ചർ ചെയ്യുന്ന പണി എപ്പോഴും സെയിം ആയിരിക്കില്ല. ഇപ്പൊ പഠിപ്പിക്കുന്നത് ഒന്നാം ലോകമഹായുദ്ധവും ലോകമഹായുദ്ധത്തിന്റെ കാരണങ്ങളും പെട്ടെന്നുണ്ടായ കാരണവും അതുകൊണ്ടുണ്ടായ കോൺസിക്വൻസസുമാണ്. 2-3 കൊല്ലം കഴിഞ്ഞാൽ ഒന്നാം ലോക മഹായുദ്ധം കുട്ടി പഠിച്ചിട്ട് വരും, കോൺസിക്വൻസസ് കുട്ടി പറഞ്ഞു തരും, അതിന്റെ റീസൺസും കുട്ടി പറഞ്ഞു തരും. കുട്ടി ഒറ്റ ചോദിക്കും, ടീച്ചർ എന്തുകൊണ്ട് അന്ന് മൂന്നാമതൊരു ലോകമഹായുദ്ധം ഉണ്ടായില്ല? ഈ ഉത്തരം മാത്രം ആര് പറഞ്ഞാൽ മതി? ടീച്ചർ പറഞ്ഞു. രണ്ടാമത്, ഒരു യുദ്ധം മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന സാമൂഹികമായ പ്രത്യാഘാതങ്ങൾ എന്താണ്, മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന ഇമോഷണൽ ഇഷ്യൂസ് എന്താണ്, അത് പറഞ്ഞു തരാൻ ഒരാള് വേണം. Rest all the information will be conveyed by the technology. Nobody is required to teach any new information to the students. ടെക്നോളജി വളരുന്ന കാലത്ത് വേണ്ടത് ഇന്റഗ്രിറ്റി ഉള്ള ടീച്ചേഴ്സ് വളരുക എന്നുള്ളതാണ്. ഒന്ന്, അതിലേക്ക് പ്രധാനപ്പെട്ട ക്വാളിറ്റി, those who know to integrate the technology into practice. ഈ ടെക്നോളജിന്റെ ശത്രുക്കളായി നിന്നിട്ട് കാര്യമില്ല. കോവിഡിൽ ഓൺലൈൻ ക്ലാസ് വന്നു, കുറെ അധ്യാപകർ ടീച്ചിങ് തന്നെ നിർത്തി. കാരണം എന്താ, ഇത് അധ്യാപനത്തിന്റെ മരണമാണ്. ഗൂഗിളിലൂടെയും യൂട്യൂബിലൂടെയും സൂമിലൂടെയും പഠിപ്പിച്ചാൽ അധ്യാപകർക്ക് എന്താ കാര്യമുള്ളത് പണിയെ നിർത്തി ഇഷ്ടംപോലെ എനിക്കറിയാം. പക്ഷെ കോവിഡ് കഴിഞ്ഞു, എല്ലാവരും ക്ലാസ് റൂമിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഇപ്പോഴും ആ ഓൺലൈനിനെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് അധ്യാപകരുടെ സ്ഥാപനങ്ങളുണ്ട്. Those who are effectively utilizing online in the offline class, which is in the hybrid mode, they are the pioneer schools in the present time. ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും ശോഭിക്കുന്ന ടീച്ചേഴ്സ് ആരെന്നറിയോ? ഇവർക്ക്
രണ്ടും ഉപയോഗിക്കാൻ അറിയുന്നവരാണ്. കോവിഡിന് മുമ്പ് സ്മാർട്ട് ക്ലാസ് റൂമിൽ IT മാഷാണ് PPT ഇടുക. കോവിഡിന് ശേഷം എല്ലാ ടീച്ചർക്കും PPT അറിയാം. അതുകൊണ്ട് എല്ലാ ക്ലാസ്സിലും PPT ഉണ്ട്, എല്ലാ ക്ലാസ്സിലും ടെക്നോളജി ഉണ്ട്. ദിസ് ഈസ് ഹൗ ദ ടെക്നോളജി ടു ബി ഇന്റഗ്രേറ്റഡ്. ടെക്നോളജി വരുന്നത് ഇനി പണിയില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല, ടെക്നോളജി എങ്ങനെ നമുക്ക് അനുകൂലമാക്കി മാറ്റി ഉപയോഗിക്കാമെന്ന് തിരിച്ചറിയുന്നത് ടീച്ചർ വളരുന്നതാണ് നമ്പർ 1. നമ്പർ 2, മനുഷ്യന് മാത്രം ഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്യാപ്പ് ഉണ്ട്. അതെന്താ? ഇമോഷണൽ ഇന്റലിജൻസ്. അത് എത്ര മെഷീൻ വന്നാലും പറയാൻ കഴിയില്ല. എടാ എന്റെ വീട്ടിലൊരു മരണം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിനകത്ത് പറയാൻ പറ്റുക സോ സോറി ടു ഹിയർ യുവർ ലോസ്. That's the maximum feeling which I can do. പുറത്ത് വന്നിട്ട് മുട്ടിയിട്ട് റോബോട്ട് വന്ന് പറഞ്ഞിട്ട് സാരില്ല കേട്ടോ, ആദ്യമായിട്ട് മരിച്ചതല്ലേ, ഇനി മരിക്കുമെന്ന് നോക്കാം, അതൊന്നും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ആർക്കും കഴിയില്ല, റോബോട്ടിന് കഴിയില്ല. അവിടെ ഒരു ഹ്യൂമൻ ടച്ച്, ഓൺലി ഹ്യൂമൻ കൻ ഡു ഇറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ അടുത്ത് നിങ്ങൾ വായിച്ചത് സ്ട്രെസ് കൂടിയിട്ട് ആത്മഹത്യ ചെയ്ത റോബോട്ടിനെ കണ്ടില്ല. സ്ട്രെസ്, അമേരിക്കയിൽ സ്ട്രെസ് കൂടിയിട്ട് ആത്മഹത്യ, സിംബോളിക് പ്രയോഗമാണ്. പണി കൂടിയിട്ട് മൂപ്പര് കത്തി എന്ന് തോന്നുന്നു. അപ്പം സൂയിസൈഡ് ടെൻഡൻസി സോ കോമൺ റോബോട്ട്സ് ആവും. അതുകൊണ്ട് ആ റോബോട്ടിനും പാട്ടുപാടി കൊടുക്കാൻ ഒരു ടീച്ചറുടെ ആവശ്യം ഉണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ടച്ച് എപ്പോഴും, ഹ്യൂമൻ ടച്ച് ഈസ് ഓൾവേസ് എ ഡിവൈൻ ടച്ച്. പക്ഷെ പ്രശ്നം എന്താ അറിയോ, ഇന്നത്തെ സ്കൂളിൽ ആ ഹ്യൂമൻ ടീച്ചേഴ്സിൽ എത്ര, ഹ്യൂമൻ ടച്ചുള്ള എത്ര ടീച്ചേഴ്സ് ഉണ്ട്? റോബോട്ടിനെ വെല്ലുന്ന മെഷീനാണ് പല ടീച്ചേഴ്സും. ഒന്നും ചിരിക്കൂല. ഒരു സങ്കടം ഉണ്ടായി കഴിഞ്ഞാൽ ഇതൊക്കെ നീ കളിച്ചതിന്റെ ദുരിതമാണ് നീ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതും വരും, ഇതിലപ്പുറം വരും. റോബോട്ട് അറ്റ്ലീസ്റ്റ് സോ സോറി ടു ഹിയർ എന്നെങ്കിലും പറയും. ഈ സാധന സോറി അറിയില്ല. മനുഷ്യ പറ്റില്ലാത്ത ആളുകൾ റോബോട്ടിനെ വെല്ലുന്ന ജാന്ത്രികതയോടെ ക്ലാസ് റൂമുകൾ നിറച്ചാൽ ആ ടീച്ചർക്ക് ഒരു വാല്യൂ ഉണ്ടാവില്ല. നേരെ മറിച്ച് ഈ വിവരങ്ങളൊക്കെ അറിയാവുന്നവനെ മനുഷ്യനാക്കാൻ പറ്റുന്ന രീതിയിൽ, അവന് ഇമോഷൻസിനെ ഇന്റലിജന്റ് ആക്കാൻ പറ്റുന്ന രീതിയിൽ ഇടപെടാൻ പറ്റുന്ന ഹ്യൂമാനിറ്റേറിയൻ ഇന്റർവെൻഷൻ ഈ ടീച്ചർ കഴിയുമെങ്കിൽ ആ ടീച്ചർ വിൽ ഓൾവേസ് ബി വാല്യൂബിൾ ഇൻ ദ ക്ലാസ്. അതുകൊണ്ട് my dear teachers, if you still wish to be a teacher, then the teacher should always be having a kind of a humanitarian touch. If you can integrate the technology into your practice, then those value-oriented teachers will always survive any technological era, no doubt about it. എല്ലാത്തിനെയും മറികടക്കും. ഇവിടെയൊക്കെ മനുഷ്യൻ എന്ന് പറയുന്ന സംഗതിയുടെ സ്പേസ് വളരെ വലുതാണ്. പക്ഷെ മനുഷ്യൻ, ഹ്യൂമൻ വാല്യൂസ് നമ്മൾ നന്നായി വർദ്ധിപ്പിക്കണം. യെസ്. How can we balance the theoretical knowledge we are learning with the practical classroom experience? Okay. How can you validate or how can you balance the practical and theoretical learning process? ഇതിലാണ് നമ്മുടെ ടീച്ചിങ് കരിസ്മ വർക്ക് ചെയ്യുന്നത്. ടീച്ചിങ് കരിസ്മ വർക്ക് ചെയ്യേണ്ട രീതിയിലാണ്. തിയറിറ്റിക്കൽ നോളജ് ആണ് ലോകത്തിലെ വിവരത്തിന്റെ രൂപം എന്ന് പറഞ്ഞ തിയറിയാണ്. തിയറിയെ വെല്ലിയിട്ട് ഒരു സാധനം നമുക്ക് പഠിക്കാനുണ്ട്. എവ്രിതിങ് ഈസ് റിലൈഡ് ഓൺ തിയറി. പക്ഷേ പ്രാക്ടിക്കൽ എന്ന് പറയുന്ന ഒരു സംഗതി, അത് നമ്മൾ the way you do things, the way you realize things, the way you experiment. അതിന് പറയുന്ന പേരാണ്, രണ്ട് തരം നോളജ് ഉണ്ട്. ഒന്ന് എക്സ്പീരിയൻഷ്യൽ നോളജ്, രണ്ട് എക്സ്പെരിമെന്റൽ നോളജ്. എക്സ്പെരിമെന്റൽ നോളജ് ആൻഡ് എക്സ്പീരിയൻഷ്യൽ നോളജ്, ഇതാണ് പ്രാക്ടിക്കൽ. പഠിച്ച സംഗതി ചില എല്ലാ തിയറി എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റില്ല, എന്നാൽ ചില തിയറി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന തിയറി എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റില്ല. മാതാപിതാക്കളില്ലാത്ത കുഞ്ഞ്, അതൊരു ഫീലിംഗ് ആണ്, അനാഥത്വമാണ്. എന്നാൽ പാപ്പയും അമ്മയും ഒരു ദിവസം വന്ന് മരിച്ചു നോക്കിയിട്ട് നമുക്കതൊന്ന് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റും ഇല്ല. എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ പറ്റണം. എല്ലാ നോളജും യു കനോട്ട് എക്സ്പീരിയൻസ്, but all the knowledge you cannot even experiment. But there are certain knowledge to be experimented and there certain knowledge to be experienced. But all knowledges are either experimented or experienced. ഇത് രണ്ടും നടക്കാത്ത ഒന്നും ഉണ്ടാവില്ല. സോഡിയം പൊട്ടാസ്യം ക്ലോറിനും വെച്ചിട്ടുള്ള ഒരു ടെസ്റ്റ് യു ക്യാൻ വെരി വെൽ എക്സ്പെരിമെന്റ്, ബട്ട് യു കനോട്ട് എക്സ്പീരിയൻസ് ഇറ്റ്. കുടിച്ചു നോക്കാൻ പറ്റും, തട്ടിപ്പറ്റി. പക്ഷെ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു ജീവിയിലൊക്കെ ഇട്ടൊക്കെ എഴുതി തീരുന്നത് കാണാൻ പറ്റും. എക്സ്പെരിമെന്റ് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക എന്നതാണ് പ്രധാനം. പ്രാക്ടിക്കലി ഒരാൾ ഗൈഡ് ചെയ്യാൻ പറ്റാന്ന് ഏറ്റവും പറഞ്ഞു. അവസാനം സ്റ്റോറി പറയാം. ഒരു മദ്യപാനികളുടെ യോഗം നടക്കുക. എല്ലാ മദ്യപാനികളും ഒരുമിച്ച് കൂടിയപ്പം ഒരു അച്ഛൻ വന്നിട്ട് മദ്യപാനികളെ മദ്യവിമോചനത്തിന്റെ ഭാഗമായിട്ട് ഒരു ഉപദേശം കൊടുക്കണം. ആരും മദ്യപിക്കരുതെന്നാണ് ക്ലാസ്സിന്റെ ഉദ്ദേശം. മൂപ്പര് ഉപദേശിക്കുന്നതിന്റെ ഭാഗമായിട്ട് പ്രാക്ടിക്കൽ തിയറി ഒരു ഡെമോൺസ്ട്രേഷന്റെ ഭാഗമായിട്ട് 3 ക്ലാസ് എടുക്കും. ആ ക്ലാസ്സിൽ ഒരു ക്ലാസ്സിൽ ശുദ്ധ ജലം ഒഴിച്ചു, ഒരു ക്ലാസ്സിൽ പിന്നെ പെപ്സി കൊക്കക്കോള ഒഴിച്ചു, അല്ല ഒരു ക്ലാസ്സിൽ അദ്ദേഹം വെച്ചാൽ ഈ പറയപ്പെടുന്ന രീതിയിൽ മദ്യം
മുഴിച്ചു. ഇത് രണ്ടും ശുദ്ധജലം ഒരു ഭാഗത്ത് കുടിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്, ഒരു ഭാഗത്ത് മദ്യം ഒഴിച്ചിട്ട് ഈ മണ്ണിര ഉണ്ടല്ലോ, ആ മണ്ണിര എടുത്തിട്ട് എന്ത് വെച്ചാൽ ക്ലാസ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞാനൊരു ഇതിന്റെ മദ്യപാനത്തിന്റെ പ്രായോഗികതയും അതിന്റെ പ്രത്യാഘാതവും പ്രാക്ടിക്കലി ബോധ്യപ്പെടുത്താന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഒരു മണ്ണിര വെള്ളത്തിലൂടെ ഇങ്ങനെ ഓടിക്കളിച്ചു. ഈ സോഫ്റ്റ് ഡ്രിങ്കിലിട്ടു. സോഫ്റ്റ് ഡ്രിങ്കിന് വലിയ പ്രശ്നം ഇട്ടൊരു ശബ്ദമൊക്കെ ഉണ്ടായി. പിന്നെ അതിങ്ങനെ ഉള്ള ആരോഗ്യത്തിന് വലിയ ആരോഗ്യ നിലവിലേക്ക് ഉരുളുന്നത് മദ്യത്തിലിട്ട ഉടനെ കത്തി വീരി അങ്ങനെ അതങ്ങ് ചിന്നിച്ചെറിയാൻ കൂടി. അപ്പൊ ഉടനെ നശിച്ചപ്പോൾ ഈ അച്ഛൻ ഈ 3 ക്ലാസ്സും കാണിച്ചിട്ട് മദ്യപാനികളായ സുഹൃത്തുക്കളോട് പറഞ്ഞു, സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായോ മദ്യം എത്രമേൽ അപകടകരമാണ്? എന്നിട്ട് ഉടനെ ചോദിച്ചു, വെള്ളത്തിൽ ഒഴിച്ച ഒരു പ്രാണി ഒരു മണ്ണിനൊക്കെ ഒന്നും പറ്റിയില്ല. സോഫ്റ്റ് ഡ്രിങ്കിലും ചെറിയൊരു അനക്കം മാത്രം വന്നുള്ളൂ. മദ്യത്തിൽ ഇട്ടത് അപ്പടിയൊന്നും നശിച്ചു. ഇത്രയും അപകടകരമാണ് നമ്മുടെ ജീവിതത്തിൽ മദ്യപാനം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞപ്പോ ഒരു ചങ്ങാതി ചാലിച്ചിട്ടുള്ള അച്ഛോ, ഇപ്പോഴാണ് ജീവിതത്തിൽ ആദ്യമായി മദ്യപാനത്തിന്റെ ഉപകാരത്തെ കുറിച്ചൊരാൾ പറഞ്ഞു. വയറിലെ കൃമിയൊക്കെ ഇങ്ങനെ നശിച്ചു പോകുമ്പോൾ ഇത്രയും ഉപകാരം മദ്യപാനത്തിൽ ഉണ്ടെന്ന് ഇന്നാണ് മനസ്സിലായത്. പ്രാക്ടിക്കൽ ഈസ് ഓൾവേസ് പ്രാക്ടിക്കൽ. ഐദർ ഇറ്റ് ക്യാൻ ബി എക്സ്പെരിമെന്റഡ് ഓർ എൽസ് ഇറ്റ് ക്യാൻ ബി experience. The way you mix both, that the art of teaching. Thank you. Hi sir, what are the important life lessons you learned as a life coach and which we could pass to our students? ജീവിത പാഠങ്ങളാണ് ചോദിക്കുന്നത്. അത് it may not be one or two. In many contexts, in many situations, it may be different. It may be multiple kind of an emotional context should be there. ഒരു കാര്യം എനിക്ക് പറയാം, ജീവിത പാഠങ്ങൾ പഠിക്കാൻ ഒരു മനസ്സുണ്ടാവുക നമുക്ക് പ്രധാനം. എന്നാൽ എവറി സിംഗിൾ മൊമെന്റ് ഇൻ യുവർ ലൈഫ് ഈസ് എൻ എക്സ്പീരിയൻസ്. ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ഒരു അനുഭവമാണ്, ഒരു അവസരമാണ്. ആ അവസരത്തെയും അനുഭവത്തെയും നിങ്ങൾ എങ്ങനെ ഹൗ വെൽ യു ടേക്ക് ഇൻ ടു യുവർ ലൈഫ് ആസ് എ ലെസൺ. അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ പാഠം. ജീവിതത്തിൽ ഞാനൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മളെ പോലെ എല്ലാവരും ജീവിതത്തിൽ പഠിച്ചിട്ടുള്ള ഒരുപാട് പാഠങ്ങളുണ്ടാവും. പാഠങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ പുതിയ സംഗതിയൊന്നുമല്ല. നിങ്ങളുടെ മുന്നിൽ ദൈവം കൊണ്ടുതരുന്ന ഓരോ അവസരങ്ങളെയും നിങ്ങൾക്ക് എങ്ങനെ ഏറ്റവും മനോഹരമായി അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എനിക്ക് നേടാനുണ്ടോ പഠിക്കാനുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ജീവിതത്തിൽ ഒന്നൊന്നും ആവരുത്, ആയിരക്കണക്കിന് പാഠങ്ങൾ ഉണ്ടാവും. ഇന്ന് സലഫിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കണം, ഇവരോട് 2 മണിക്കൂർ ചെലവഴിച്ചിട്ട് ഞാൻ എന്ത് പാഠം പഠിച്ചു? That's a lesson for me. And every single day is giving you an opportunity. Prophet sallallahu alaihi wasallam പറയുന്ന മനോഹരമായ ഒരു വാക്കുണ്ട്. ആ വാക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും വ്യത്യസ്തമാണ്. ആരുടെയെങ്കിലും 2 ദിവസങ്ങൾ ഒരുപോലെയായാൽ അവൻ ദൈവത്തിന്റെ ശാപം കിട്ടാൻ അർഹനാണ്. എന്നാൽ every day should be different from the other. ഇന്നലെ ഇന്നും ഒരുപോലെ ആയാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യും? 9:45 വിലടിക്കും, 3:30 ക്ലാസ് ചെയ്യും. അതെല്ലാം സെയിം അല്ല സാർ. ആണ്, നിങ്ങൾ സെയിം അല്ലല്ലോ. ഇന്നലെ പഠിക്കാത്തൊരു പുതിയ നോളജ് നിങ്ങൾ ആഡ് ചെയ്യും. The day is different. ഇന്നലെ ചെയ്യാത്തൊരു പുതിയ നന്മ ചെയ്യും. The day is different. ഇന്നലെ ഇല്ലാത്ത പുതിയ ലെസൺ നിങ്ങൾ പഠിക്കും. The day is different. So every day you add something new to your life, then it will be totally different. Otherwise, if you continue the same day, same experience, same moment, same learning every day, that means you are stagnant. Those stagnant people will never create any success in their life. So you might not be stagnant. Sadhana parayum batil shadabna wale e aasman hi hum tamta na kisi se le rawa hamare. ഒഴുകുന്ന ഒഴുക്കിനെ തടഞ്ഞു നിർത്താൻ ലോകത്ത് ഒരാൾക്കും കഴിയില്ല. നമ്മൾ പോണ പോക്ക്, നമ്മൾ ഒഴുകാൻ തീരുമാനിച്ചാൽ nobody can stop it. ഈ പ്രപഞ്ചത്തിലെ സകല ലോകത്തും നമ്മളെ സ്റ്റോപ്പ് ചെയ്യാനുള്ള മനുഷ്യർ ഇങ്ങനെ വരും. അവിടെ ഒന്നും സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കുതിച്ചു പോകാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ every single moment in your life is a learning and try to continue learning and absorbing things in your life. സന്തോഷം നിങ്ങളിവിടെ വരാനും നിങ്ങളിങ്ങനെ ഇത്ര ആക്റ്റീവായി നിങ്ങളെ കാണാനൊക്കെ സാധിച്ചതിന് വലിയ സന്തോഷമുണ്ട്. കുറെ കാലത്തിന് ശേഷം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോയപ്പോൾ ഇങ്ങനെ കണ്ണും കാതും കുറിപ്പിച്ച് നിന്നിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടണമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുന്ന ആൾക്കാർ അപൂർവമായിട്ടേ കാണാറുള്ളൂ. ഐ അപ്രീഷിയേറ്റ് ദ മാനേജ്മെന്റ് ആൻഡ് ദ സ്റ്റുഡൻസ്. Thank you, Dr. Rashid Ghazali sir, for your enriching class and insightful answers, which have truly inspired us all. Now, we are moving on to a valedictory function of this memorable event. We now invite Dr. Muhammad Mustafa sir, our beloved principal of Salafia B.Ed Training College, to deliver the vote of thanks.
വിജയകരമായി എന്നൊരു ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഒറ്റ ഉദാഹരണം, ഈ കെ കൊടുങ്ങല്ലൂർ ഒരു പുസ്തകത്തിൽ അത്ഭുതങ്ങൾ വിൽപ്പനക്ക് അപ്പോൾ ഇദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടി വരുന്ന സമയത്ത് തൊട്ടടുത്തുള്ള സുഹൃത്തിനോട് വാങ്ങിയിട്ടാണ് പുസ്തകം വായിക്കുന്നത്. കാരണം വണ്ടി വരുമ്പോൾ പുസ്തകം തിരിച്ചു തരാമെന്നുള്ളതാണ്. വണ്ടി വന്നു, ഇയാൾ ചോദിച്ചു, അല്ലെങ്കിൽ പുസ്തകം ഈ വണ്ടി പോകണ്ടേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ പുസ്തകം വായിച്ചിട്ട് ഇനി പോകുന്നുള്ളൂ. അതുപോലെ ഇബ്രാഹിം സാർ 3 മണിക്ക് പോകേണ്ട ആളാണ്. സാറെല്ലാം മറന്നു. ഞാൻ സാറിനെ ഇടക്കിടക്ക് ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട്, എല്ലാം മറന്നൊരു ഇരിപ്പാണ്. പ്രഭാഷണത്തിന്റെ ഓക്കെ. ഞാൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ 3 കഥകൾ സാറിന്റെ പ്രസംഗം കേട്ടപ്പോൾ എന്റെ മനസ്സിലൂടെ കടന്നുപോയി. ഒന്ന്, അത് ജന്മദിനം എന്നൊരു കഥയാണ്. അത് ഒരു ദിവസത്തെ ബഷീറിന്റെ അനുഭവങ്ങളാണ്. രണ്ടാമത്തത് പൂവൻ പോയം എന്നുള്ള മറ്റൊരു കഥയുണ്ട്. അത് ഒരു 10 വർഷത്തെ ഒരു മനുഷ്യ ആയുസിന്റെ 10 മാസത്തിന്റെ കഥയാണ് ഈ പൂവൻ പോയം. മൂന്നാമതൊരു കഥ എഴുതിയിട്ടുണ്ട്, തങ്കമോതിരം എന്നൊരു കഥ. അത് നൂറ്റാണ്ടുകളിലേക്ക് നീളുന്ന, മനുഷ്യ ആയുസ് വരെ അതിന്റെ സ്പന്ദനങ്ങൾ ഉണ്ടാക്കുന്ന, പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കഥയാണ്. അതുപോലെ ശ്രീ ഗസാലിയുടെ പ്രഭാഷണം, അത് ഒരു ദിവസം കൊണ്ട് പോവോ? അതിന്റെ എഫക്ട് പോവോ? ഇല്ല. ഒരു വർഷം കൊണ്ട് പോവോ? ഇല്ല. കാലാകാലങ്ങളിൽ അല്ലെ, ബഷീറിന്റെ തങ്കമോതിരം എന്ന കഥ പോലെ കാലാകാലങ്ങളിൽ ഞങ്ങൾ സാറിന്റെ ഉപദേശങ്ങൾ കൃത്യമായിട്ട് ഓർക്കുകയും അദ്ദേഹത്തിന് ചില ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ BEd പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് അല്ലെ, നിങ്ങൾ എന്ത് നേടി എന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ ഞങ്ങളുടെ മനസ്സിൽ സദാ സടകുടഞ്ഞ് എതിർക്കുകയും അതിന് ഉത്തരം കണ്ടെത്താനുള്ള ചില ശ്രമങ്ങൾക്ക് ഞങ്ങൾ ഇന്നു മുതൽ തന്നെ തുടക്കം കുറിക്കുകയും ചെയ്യുമെന്ന് സാറിനോട് എന്നാണ് ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നത്. എന്തുകൊണ്ടും വളരെ പ്രചോദനാത്മകമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഭാഷണം. അത് നിങ്ങളുടെ മുഖഭാവം കണ്ടപ്പോഴേക്ക് എനിക്ക് മനസ്സിലായി. മാത്രമല്ല, ഞാൻ തന്നെ വാച്ച് നോക്കാൻ മറന്നു. കാരണം അത്രയും ചിന്തവും ദീപവും അതുപോലെ തന്നെ വളരെ സരസവും അതുകൊണ്ടാണ്, സരസമായതുകൊണ്ടാണ് അത് കുറെ ദീർഘമാണ് ആണെന്ന് നമുക്ക് ഒരിക്കലും തോന്നാതെ പോയത്. ഓക്കെ, ഈ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒറ്റ വാക്കിൽ ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ ഇവിടെ വളരെ ഒരു ചെറിയ ക്ഷണം മാത്രമാണ് ഞങ്ങൾ ശ്രീ ഡോക്ടർ ഗസാലി സാറിനോട് നൽകിയത്. ഒരിക്കൽ ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ഒന്നുകൂടെ എന്നൊരു ചോദ്യം. ആ ചോദ്യം വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് തന്നെ അദ്ദേഹം സ്വീകരിക്കുകയും ഇവിടെ വരാൻ മനസ്സ് കാട്ടുകയും ചെയ്ത ആ വലിയ മനസ്സിന് ഈ സ്ഥാപനത്തിന്റെ പേരിൽ ഞാൻ കൃത്യമായി നന്ദി പറയുകയാണ്. ബാക്കി സാറിനെ ഇങ്ങോട്ട് സാധനം ക്ഷണിച്ച അദ്ദേഹത്തിന്റെ കുറെ സുഹൃത്തുക്കളുണ്ട്. അവർ ഈ സലഫിയയുടെ സ്വത്താണ്. അത് അവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥാപനത്തെ എല്ലാവരെയും, സലഫിയയുടെ പ്രസിഡന്റ്, സെക്രട്ടറി തുടങ്ങി ഈസ മൗലവി തുടങ്ങി എല്ലാവരും ഒറ്റ വാക്കിൽ ഞാൻ അവർക്കൊക്കെ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഈ എൻ്റെ കുട്ടികൾ, BEdലെയും അറബി കോളേജിലെ കുട്ടികൾ, അവർ വളരെ ഹൃദ്യമായി തന്നെ ഈ പ്രഭാഷണം കേൾക്കുകയും തങ്ങളുടെ ജീവിതത്തിൽ ചെറിയൊരു മാറ്റം വേണമെന്നുള്ള ചിന്ത അവർ ഉൾക്കൊള്ളുകയും ചെയ്തു. അവർക്കും നന്ദി പറയുന്നു. അതുപോലെ സ്ഥാപനത്തിലെ ഫാക്കൽറ്റി അധ്യാപകർ ഈ പരിപാടിയുമായിട്ട് അവർ പൂർണ്ണമായും സഹകരിക്കുകയും ഇതിന് വേണ്ട എല്ലാവിധ ഒത്താശകളും ചെയ്യുകയും ചെയ്ത എൻ്റെ 2 സ്ഥാപനങ്ങളിലെയും എൻ്റെ സഹപ്രവർത്തകരോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ശ്രീ ഗസാലി സാർ ഒരിക്കൽ കൂടി ഈ സ്ഥാപനത്തിന്റെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇതുപോലുള്ള പ്രഭാഷണങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് ദൈവം ദീർഘായുസ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കും. Let me invite our college prayer group to lead a national anthem. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड
चल यमुना गंगा उच्छल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जन गण